നല്ലവൻ ഒന്ന് സ്തുതിച്ചട്ടെ. कितना अच्छा है, परमेश्वर धन्यवाद दे। भलाई और करुणा हमेशा हमें पीछा करने वाला है. നന്മയും കരുണയും എപ്പോഴും നമ്മുടെ പുറകിൽ വരും. भलाई करुणा तेरी सदा रहेगा. ഹല്ലേലൂയ. നമ്മുടെ പുറകിൽ എന്തോ ഭലായും കരുണയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ പുറകിൽ നന്മയും കരുണയും വന്നുകൊണ്ടിരിക്കും. കർത്താവിന് സ്തോത്രം. परमेश्वर को धन्यवाद. परमेश्वर का बच्चा हम अगर विश्वास योग्य है तो ദൈവ മക്കൾ നമ്മൾ വിശ്വാസത്താൽ दास നിന്നാൽ बन के जीना नहीं है. कि ദാസനായിട്ടല്ല, दास है तो दिल के अंदर डर है. कि ദാസനാക്കി हमें ഒരു ഭാരമുണ്ട്. परमेश्वर का बच्चा है समझकर मानकर वैसे जब आप जिएगा ദൈവ പൈതലാന്ന് വിശ്വസിച്ച് മാനിച്ച് അങ്ങ് ജീവിക്കുമ്പോൾ और रिलेशन में आप बने रहेगा. ആമേൻ. ആ റിലേഷൻ ധാത്ത് നമ്മൾ നിൽക്കുമ്പോൾ ആമേൻ, कोई भी विषय में डर का जरूरत नहीं है. അവിടെ ഒരു വിഷയത്തിനകത്തും ഭയത്തിന്റെ ആവശ്യമില്ല. प्रबंध पिता करेगा. പ്രൊവിഷൻ ദൈവം ചെയ്യും. वचन ऐसे लिखा है. വചനം എങ്ങനെ हम എഴുതിയിരിക്കുന്നത്? क्या कहा? भलाई और करुणा हमें क्या करेगा? हमें पीछा करेगा. നമ്മൾ എന്ത് പറഞ്ഞ നന്മയും കരുണയും നമ്മളെ പിൻപറ്റും. जिंदगी भर पीछा करेगा. ആയുഷോളം നമ്മളെ പിൻപറ്റും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും. भलाई और आशीष जीवन भर तेरे पीछे करेंगे. टेम्पररी ब्लेसिंग्स അല്ല, कि टेम्पररी आशीष नहीं है. കർത്താവിന്റെ കരുണയും നന്മയും നമ്മെ പിന്തുടരും. परमेश्वर का भलाई और आशीष हमें पीछा करेगा. കർത്താവിന്റെ കരുണയെ കുറിച്ചൊരു വാക്യമാണ്. परमेश्वर करुणा के ऊपर एक आयत है. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ पिता को जैसे बच्चों पे दया होता है, അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും കേട്ടോ. हम माँ का प्रेम की ओर हमेशा कहता है. അമ്മ ഒരു അസാധാരണമാകുന്ന അനുഭവമാണ്, അസാധാരണമാകുന്ന വ്യക്തിത്വമാണ്. माँ एक असाधारण अनुभव है, एक व्यक्तित्व है. ഒരു അമ്മ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ एक माँ जब बच्चे को जन्म देता है, ആ അമ്മ കടന്നു പോകുന്ന സ്ട്രഗിൾസ് वो माँ जो गुजरने वाली पीड़ा है, ചില്ലറയല്ല, ചെറിയ കാര്യമല്ല. वो छोटी बात नहीं है. ഞാൻ ഇന്നലെ നമ്മുടെ നലസുപാട് ചെന്നപ്പോ ആ കാര്യം എന്റെ മനസ്സിൽ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. कल जब नाला सुपर में गया तो बातें मेरे याद में आया. ഒരു അമ്മയുടെ അനുഭവം വേറെ ആർക്കുമില്ല പ്രിയമുള്ളവരെ. एक माँ का अनुभव किसी और को नहीं है. ഒരു അമ്മ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്ന് 10 മാസം ചുമന്ന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് വലിയ അനുഭവമാണ്. एक माँ बच्चे को 9 महीना कोख में रख के जब जन्म दे तो बड़ी बात है. അതുകൊണ്ട് ലോകത്തിലെ യാതൊരു ബന്ധങ്ങളും ഈ അമ്മയുടെ ബന്ധവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. तो दुनिया का कोई भी रिश्ता हम माँ के रिश्ता के साथ कंपेयर नहीं कर सकते. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ബന്ധമാണ് അമ്മയുടെ ബന്ധം. उतना खास रिश्ता है माँ के साथ. അമ്മയ്ക്ക് മക്കളോട് ഭയങ്കര സ്നേഹമാണ്. माँ को बच्चों से बहुत प्रेम है. വേദപുസ്തകം പറഞ്ഞ ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞു. वचन कहते हैं कि माँ बच्चों को भले भूल जाए लेकिन फिर भी मैं नहीं കാരണം भूलूंगा, അമ്മയ്ക്ക് മറക്കാൻ പറ്റത്തില്ല. क्योंकि माँ भूल नहीं सकता. ഹല്ലേലൂയ. പക്ഷേ വേദപുസ്തകം പറയുന്നത് लेकिन वचन कहता है അപ്പന് കരുണയുണ്ടെന്ന്. कि पिता को करुणा है. आमीन. അമ്മയ്ക്ക് സ്നേഹമാണെങ്കിൽ अगर माँ को प्रेम है तो അപ്പന് ഭയങ്കര കരുണയാ. पिता को बहुत करुणा है. അപ്പന്റെ കരുണയാണ് पिता का करुणा है, തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നത്. उसका करुणा है कि उसके बच्चों के लिए प्रबंध അതുകൊണ്ട് വചനം करना. പറയുന്നത് इसके लिए वचन कहता है, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നെന്ന്. इसके लिए एक वचन कहते हो तुम्हारे लिए प्रबंध करता ദൈവപൈതലേ, है. ഇന്ന് പകൽക്കാലം സ്നേഹത്തോടുകൂടെ പരിശുദ്ധാത്മാ പറയുന്നു. परमेश्वर के बच्चों, आज पवित्र आत्मा के मदद से कहता हूँ അപ്പൻ നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. कि पिता हमारे लिए संभालता है. आमीन. ദാസരല്ല, നമ്മൾ മക്കളാ. हम दास नहीं, हम संतान है. നമ്മൾ ഈ വചനങ്ങളൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ ये वचन हम जब बार बार कहते നിങ്ങളുടെ हैं, ജീവിതത്തിൽ നിങ്ങൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് ജീവിക്കാൻ തുടങ്ങണം. ये हमारे जीवन में हकीकत में हमें इसको इस्तेमाल करके जीवन അങ്ങനെ ना ഒരു है. ക്രിസ്ത്യ ജീവിതം ഭയങ്കര ഫ്രീഡം ഉള്ള ജീവിതമാണ്. ऐसे एक मसीह जीवन बहुत आजादी के साथ है. ഇത് ഒരു 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 റിലീജിയസ് റിലേഷൻ ഒക്കെ ദൈവമായിട്ട് വെച്ചുള്ള ജീവിതത്തെക്കാട്ടിലും ഒത്തിരി हमें വ്യത്യാസമാണ്. एक धर्म के रिश्ते में रखने से बढ़कर है प्रेम का रिश्ता. ചിലർ എന്നോട് ചോദിച്ചു, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും എന്താ മറുപടി കിട്ടാത്തത്? कुछ लोग बोलते हैं बहुत प्रार्थना करने के बावजूद उत्तर ഞാൻ क्यों नहीं ഒത്തിരി मिलते, കരഞ്ഞിട്ടും എന്താ മറുപടി കിട്ടാത്തത്? मैं बहुत रोने के बावजूद उत्तर क्यों नहीं मिला. ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു കൊടുത്തു, मैं कुछ लोगों से कहा, ഹല്ലേലൂയ, നിങ്ങൾ റിലീജിയസ് ആയിട്ടാ ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്നത്. आप धर्म में से परमेश्वर के पास നിങ്ങൾ पहुंचते हैं, കരയുന്നു, പ്രാർത്ഥിക്കുന്നു, आप रोते हैं, गिड़गिड़ाते हैं, അതൊന്നും ചെയ്യാതെ वो कुछ ना करते. ദൈവമായിട്ട് ഒരു നല്ല ബന്ധമുണ്ടാക്കുക. कि परमेश्वर के साथ अच्छा रिश्ता बना. मैं ഹല്ലേലൂയ. നീ എന്റെ അപ്പനാ, तू मेरा पिता. आमीन. നീ എന്റെ അരുമനാഥനാ. तू मेरा नाथ है. യേശുവേ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. यीशु मैं तुमसे बहुत प्रेम करता ഒരു हूँ. നല്ല ബന്ധമുണ്ടാക്കുക. एक अच्छा रिश्ता बना. ബന്ധം ആഴമുള്ളതാകുമ്പോൾ और रिश्ता जब गहराई में पहुंचेगा പിന്നെ കരയേണ്ട നിലവിളിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. फिर रोना गिड़गिड़ाने की जरूरत नहीं पड़ेगा. അപ്പാ എന്നൊന്ന് വിളിച്ചാൽ अब्बा जब पुकारेगा, അപ്പൻ തിരിച്ചു വെക്കുക, എന്താ മോനെ? अब्बा पूछेगा क्या है बेटा. സ്നേഹം കേട്ടോ.
वो है प्रेम, ഒരു സ്നേഹം. इस प्रेम. ഹല്ലേലൂയ. അപ്പനെ വിളിക്കുന്ന ആ വിളിക്ക് അനുസരിച്ച് അപ്പൻ തിരിച്ചു മറുപടി നൽകുന്നു. अप्पा को जिस प्रकार पुकारेगा उस प्रकार वो तुझसे पूछता है. കർത്താവിനെ നന്നായിട്ടൊന്ന് സ്നേഹിച്ചു നോക്കിക്കേ. आमेन, हालेलुया. परमेश्वर को अच्छी तरह से प्रेम करके देखो. കൊടുക്കൽ വാങ്ങലുകളുടെ കണക്കില്ലാത്തൊരു സ്നേഹം ഒന്ന് സ്നേഹിച്ചു നോക്കി. लेन देन के हिसाब के बिना एक प्रेम से देखो. കൊടുക്കൽ വാങ്ങലിന്റെ കണക്ക് എങ്ങനാ? लेन देन का अर्थ क्या है? എനിക്ക് എന്തെങ്കിലും തന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കും. मुझे कुछ देगा तो मैं तुझे प्रेम करेगा. കർത്താവ് നീ എന്നെ വിടുവിച്ചാൽ ഞാൻ നിന്നെ സേവിക്കും. परमेश्वर तू मुझे छुड़ाएगा तो मैं तुझे सेवा करूंगा. നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. तू मुझे आशीष कर तो मैं तेरे नाम के लिए कुछ करूंगा. ഇതൊരു എന്താ പറഞ്ഞ ബാട്ടർ സിസ്റ്റമാ. ആ സ്നേഹമല്ല ഞാൻ പറയുന്നത്. ये लेन देन का सिस्टम है. സ്നേഹം ശരിക്കും എന്താണെന്നറിയോ? प्रेम हकीकत में क्या है? എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും, मुझे कुछ भी ना मिले, ഒന്നും തന്നില്ലെങ്കിലും, कुछ ना मिले, അപ്പ എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ്. पिता मैं तुझसे बहुत प्रेम करता അങ്ങനെ हूँ. സ്നേഹിക്കാൻ പറ്റുമോ? उस प्रकार प्रेम कर सकते ഈ हैं क्या? ആഴ്ചകളിലൊക്കെ ഞാൻ പറഞ്ഞത് സ്നേഹിക്കുന്നതിനെ കുറിച്ചാ. पिछले हफ्ते पूरा मैंने कहा प्रेम के बारे में. നമ്മളെ ഒരു അർഹതയും ഇല്ലാത്ത നമ്മളെ കർത്താവ് സ്നേഹിച്ചെങ്കിൽ, हम में कोई योग्यता नहीं था, तब परमेश्वर हमसे प्रेम किया. നമുക്ക് എന്ത് അർഹതയുണ്ടായിരുന്നു? क्या वर्तनस था हमारा? സിസ്റ്റർ പറഞ്ഞ പോലെ എന്നും പാപം ചെയ്യുന്നവരാ നമ്മള്. हम हर दिन पाप करते हैं. അങ്ങോട്ട് എന്നിട്ട് കർത്താവ് ഞാൻ നല്ലത് അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയാൻ ഒന്നും നമുക്ക് യോഗ്യതയില്ല. हम इस प्रकार नहीं कह सकते परमेश्वर में अच्छा मुझे आशीष कर. നമ്മളിപ്പം ചെന്നിട്ട് കർത്താവ് ഞാൻ ഇന്ന് നല്ലോണം ജീവിച്ചു കേട്ടോ അതുകൊണ്ട് ഇന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമോ? यदि हम इस प्रकार कहते हैं परमेश्वर आज मैं अच्छी तरह से चाहिए, आज मुझे आशीष कर तो कि मुझे कुछ मिलेगा. When we trust in our own merit, Amen, yes. നമ്മുടെ അർഹതയില്, നമ്മുടെ എലിജിബിലിറ്റി, അതിലൊക്കെ നമ്മൾ ആശ്രയിച്ച് അങ്ങോട്ട് ചെന്നാൽ, जब हम अपनी योग्यता में, अपनी अपनी क्षमता में जब उम्मीद करके जाते हैं उसके पास. ഹലോ, ശരിയല്ലേ? सही है कि नहीं? ഏത് കാര്യത്തിനും ഒരു എലിജിബിലിറ്റി വേണമല്ലോ. हर एक चीज के लिए एलिजिबिलिटी होना നമ്മൾ चाहिए. ദൈവത്തിൽ നിന്ന് ബ്ലെസ്സിങ്, ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കാൻ ചെന്നതാ. हम परमेश्वर से आशीष पाने गया है. നമ്മൾ എലിജിബിലിറ്റി എന്താ പറയുന്നത്? हमारी योग्यता क्या कहता है? ആ ചുങ്കക്കാരന്റെ പ്രാർത്ഥന പോലെ നമ്മൾ ഇവിടെ കർത്താവ് ഞാൻ ദശാംശം കൊടുത്തു, चुंगा लेने वाले के समान बोले हमने दान डाला. ഞാൻ ഇന്നാരെ പോലും അല്ല, मैं इसके समान उसके समान ഈ नहीं हूँ. മൺസൂൺ മഴയത്തും ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. ये बारिश के मौसम में प्रार्थना में आता हूँ. കർത്താവ് നിനക്കറിയാമല്ലോ ഞാൻ എത്ര കഷ്ടപ്പെട്ടാ നിനക്ക് വേണ്ടി നിൽക്കുന്നത്. परमेश्वर तुझे पता है मैं कितना कष्ट लेके थे ले खड़ा हूँ. നമ്മൾ ഇതെല്ലാം എലിജിബിലിറ്റി ആയിട്ട് പറയുക. ये सब हमारी योग्यता में समझता है. मैं ഹല്ലേലൂയ. ഹല്ലേലൂയ. ചോദിക്കുന്നത് എന്താണെന്നറിയാം? लेकिन परमेश्वर क्या पूछता है? ആവർത്തിച്ച് ചോദിക്കുന്നത് എന്താണെന്നറിയാം? बार बार पूछता है. പീറ്റർ, ഡു യു ലവ് മീ? आमेन, हालेलुया. पत्रोस क्या तू मुझसे प्रेम നീ എന്നെ करता है? സ്നേഹിക്കുന്നോ? तू मुझसे प्रेम करता है? എനിക്കറിയാമടാ നീ എന്നെ തള്ളി आमेन, പറഞ്ഞവനാണ്. हालेलुया. मैं जानता हूं कि तूने मुझे ठुकराया ഡു है. യു ലവ് മീ? क्या तू मुझसे प्रेम करते है? യേശുവിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാം? ये यीशु क्या सुनना चाहता എനിക്ക് है? ഒരു അർഹതയില്ല യേശുവേ, मुझे कोई योग्यता ഞാൻ नहीं നിന്നെ यीशु. തള്ളി आमेन. പറഞ്ഞവനാ, मैं तुझे ഞാൻ നിന്നെ ठुकराया है, പക്ഷെ ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു. लेकिन अब भी मैं तुझसे प्रेम करता ഇപ്പോഴും हूं. നിന്നെ आमेन. സ്നേഹിക്കുന്നു, ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു. मैं अब भी तुझसे प्रेम करता हूं. പീറ്റർ തന്നെയാ എഴുതിയത് पत्रोस ने लिखा തികഞ്ഞ സ്നേഹം कि ഹല്ലേലൂയ ഭയത്തെ പുറത്താക്കുന്നു. पीटर ने खुद लिखा सिद्ध प्रेम जो है भय को बाहर करते हैं. पत्रोस ने खुद लिखा. തികഞ്ഞ സ്നേഹത്തിന്റെ ഒരു പവർ എന്താണെന്ന്. पत्रोस जानता है सिद्ध प्रेम का शक्ति क्या है. നിങ്ങൾക്കറിയാമോ? क्या आपको जानता है? സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. क्या आपको पता है प्रेम जो है मल्टीट्यूड ऑफ सिन को, जो बहुत सारे पाप को कवर करता है. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കുറ്റം ഉണ്ട് കേട്ടോ. हमारे जीवन में हर दिन कुछ ना कुछ गलतियां हैं. എല്ലാ എന്തെങ്കിലുമൊക്കെ കുറ്റം അല്ലേ? നമുക്ക് അങ്ങനെ കുറ്റമില്ലാത്തവരായിട്ട് നമ്മൾ ആരും ജീവിക്കുന്നില്ല. हम में से कोई भी बिना गलती का नहीं जीता है. കാരണം നമ്മുടെ ഈ ശരീരം, ഈ ജഡത്തിൽ നമ്മൾ അറിയാതെ തന്നെ തെറ്റ് സംഭവിക്കുന്നുണ്ട്. क्योंकि शरीर में हमसे कुछ ना कुछ गलतियां होता है. കൂടുതൽ കുറവുണ്ടാകാന്നേ ഉള്ളൂ. कमी या हो सकता है. ചിലരങ്ങ് പാപത്തിലാ ജീവിക്കുന്നത്, അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. कुछ लोग पाप में जीते हैं, मैं उनके बारे में नहीं कह रहा हूं. ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും पर जीने को इच्छा रखे भी അറിയാതെ തെറ്റ് സംഭവിക്കുന്നവരെ കുറിച്ചാണ്. कि बिना गलती से जो होता है गलती, എന്നും പാപം ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, हर दिन पाप करके जो सही है बोल के जीते उनके बारे में नहीं. അവര് ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണോ എന്ന് തന്നെത്താൻ ശോധന ചെയ്യണം. अगर हर दिन पाप करके सही है बोल के जीते हैं तो अपने आप को करके परमेश्वर में जन्म लिया है कि नहीं? കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് they cannot live in sin. क्योंकि परमेश्वर से जिया हुआ एक व्यक्ति पाप में जी नहीं सकता. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വിത്ത് അവരിലുണ്ട്. क्योंकि परमेश्वर का बीज उसमें है. ആ വിത്ത്
ആ പാപവുമായിട്ട് ചേർന്ന് പോകത്തില്ല. क्योंकि वो बीज जो पाप के साथ नहीं जाएगा, കാരണം ദൈവത്തിന്റെ ആത്മാവ് അവരുടെ അകത്തുണ്ട്. क्योंकि परमेश्वर की आत्मा उसके अंदर है, ആത്മാവ് പരിശുദ്ധാത്മാവാണ്. पवित्र आत्मा है वो. പരിശുദ്ധാത്മാവിന് പാപവുമായിട്ട് ചേർന്ന് പോകാൻ പറ്റത്തില്ല. पवित्र आत्मा पाप के साथ नहीं जा So if सकता. you are a child of God, अगर आप परमेश्वर का संतान you हो, cannot live in sin. आप पाप में जी नहीं सकता. കണ്ടിന്യൂസ് ഒരേ പാപം ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല. एक ही पाप बार बार करके नहीं जी सकता. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3 യോഹന്നാൻ അങ്ങനെ എഴുതിയത്. इसके लिए 1 യോഹന്നാन में इस प्रकार लिखा, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. कि जो परमेश्वर से जन्म लिया है वो पाप करते नहीं रहता. നിങ്ങളിൽ ആരെങ്കിലും കണ്ടിന്യൂസ് ഒരു പാപം ചെയ്തിട്ട് നിങ്ങൾക്ക് മനസാക്ഷി കുത്തില്ലെങ്കിൽ എക്സാമിൻ. നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യേ. ദൈവമായിട്ടുള്ള ബന്ധം എവിടെയോ തകർന്നു പോയി. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി. अगर आप में से कोई भी है जो लगातार निरंतर पाप करते, उसके बाद उसमें कोई भी बोध नहीं होते, होश नहीं होते, आप अपने आप को परखो. പക്ഷെ ചെറിയ ഒരു തെറ്റ് ചെയ്തിട്ടും लेकिन छोटा से गलती करके ഭയങ്കര സങ്കടമാണെങ്കിൽ कि बहुत दुख है तो you are right with God. आप सही है परमेश्वर में. Holy Spirit is working inside you. पवित्र आत्मा आपके अंदर कार्य कर रहे हैं. ഹലോ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? मैं जो बोल रहे समझ रहे हैं? ചിലർക്കൊക്കെ ചെറിയൊരു തെറ്റ് ചെയ്താൽ പിന്നെ ഒരു ദിവസം മുഴുവൻ അത് ചിന്തിച്ചിട്ട് ഈ കർത്താവ് ഞാൻ അങ്ങനെ ചെയ്തല്ലോ. अगर कोई छोटे से गलती करते हो, दिन भर उसके पीछे सोचते बैठे परमेश्वर मैंने वो किया. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളത് ഒരു നല്ല സൈനാണ്. वो उसका अर्थ है कि पवित्र आत्मा है उसमें. പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. पहले मैंने कहा वो एक उदाहरण है. കർത്താവിന്റെ ദാസൻ വി എ തോമസ് സാറിന്റെ ഒരു ഉദാഹരണമാണ്. कि परमेश्वर के दास वी.ए. थॉमस का एक उदाहरण है. ഒരു പന്നിക്കുട്ടിയും ഒരു ആട്ടിൻകുട്ടിയും ഒരു കണ്ടത്തിന്റെ, അതായത് ഒരു നെൽവയൽ അല്ലേ, അതിന്റെ വരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോയിരുന്നു. ഈ കഥ ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ये कहानी आपने सुना हुआ रहेगा. एक डुक्कर जो है और एक बकरी मेमना जो है, ये दोनों क्या है कि खेत में से चल रहा था. അപ്പൊ ഈ പോന്ന പോക്കിന് ये जो जाते जाते ഈ വരമ്പിൽ നിന്ന് ഇത് രണ്ടും തെന്നി ഈ കണ്ടത്തിലെ ചേറിന്റെ അകത്ത് ചെളിക്കകത്ത് വീണു. ये दोनों चलते चलते फिसल के कीचड़ में गिर गए. ഈ പന്നിക്കുട്ടിക്ക് വലിയ സന്തോഷമായി. ये डुक्कर के बच्चे को बहुत അത് आनंद हुआ. ചേറി കിടന്ന് കളിക്കാനും ഉരുളാനും തുടങ്ങി. वो उस कीचड़ में खेलने कूदने लगा, क्योंकि he belongs to that place. क्योंकि उसको वहां रहने की आदत है. പക്ഷെ ആട്ടുകുട്ടി लेकिन जो ചാടി मेमना है, വരമ്പേ കയറി തിരിച്ചു നിന്നു. वो फटक से रास्ते पे आके खड़ा हो गया. ദേഹത്തുള്ള ചെളിയിലേക്ക് അത് തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ട്. वो अपने कीचड़ में पूरा वो देखने लगा. തല കുനിച്ച് സങ്കടത്തോടെ നിൽക്കുക. वो दुख के साथ खड़ा അയ്യോ, है. ഞാൻ വീണല്ലോ, ചെളി പറ്റിയല്ലോ എന്ന്. वो मैं गिर गया, मुझे कीचड़ आ गया. ഇതാണ് വ്യത്യാസം. ये है फर्क. നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, अगर आप परमेश्वर के संतान हैं, നിങ്ങളുടെ तो ദേഹത്ത് അല്പം ചെളി പറ്റിയാൽ अगर हमारे शरीर में जरा सा कीचड़ നിങ്ങൾക്കത് लगे, സഹിക്കത്തില്ല. वो हमें नहीं झेल पाएंगे. നിങ്ങൾ പാപത്തിൽ പിന്നെ ജീവിക്കത്തില്ല. फिर हम पाप में नहीं जिएंगे, തിരിച്ചു വരുവാൻ ആഗ്രഹിക്കും. लौट आने की कोशिश करेंगे. നമുക്കൊരു യോഗ്യതയുമില്ല പ്രിയമുള്ളവരെ. हमें कोई योग्यता ഈ नहीं है. അപ്പന്റെ സ്നേഹം അനുഭവിപ്പാൻ ये पिता का प्रेम को अनुभव നമുക്കൊരു करने യോഗ്യതയുമില്ല. हमें कोई योग्यता नहीं है. പക്ഷേ लेकिन അപ്പന് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. देखिए, पिता को हमसे बहुत നമുക്ക് प्रेम അങ്ങോട്ടുള്ള है. സ്നേഹത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. हमारा परमेश्वर को जो प्रेम है उसके बारे में नहीं. അപ്പന് ഭയങ്കര സ്നേഹമാണ്. पिता हमसे बहुत प्रेम करते हैं. അപ്പന്റെ ഭയങ്കരമായ സ്നേഹം, पिता का जो बहुत प्रेम है, ഹല്ലേലൂയ, നമ്മുടെ പാപത്തിന്റെ ബഹുത്വത്തെ അങ്ങ് മറച്ചിരിക്കുക. हमारे पाप की जो गलतियों कमियों को ढक ഇതെന്നാണ് लिया ഞാൻ है. ആ വാക്യത്തെ ചിന്തിച്ച് റിവേഴ്സ് ആയിരുന്നു. എനിക്ക് ആ കർത്താവിനോട് വലിയ സ്നേഹമുണ്ട്, കർത്താവിനോട് ക്ഷമിക്കും. അങ്ങനല്ല കേട്ടോ. എനിക്കുള്ള സ്നേഹത്തെക്കാട്ടിലും ഒത്തിരി കൂടുതലാണ് എന്റെ സ്വർഗീയ പിതാവിന് എന്നോടുള്ള സ്നേഹം. मैं परमेश्वर से जितना प्रेम करते उससे कहीं गुना ज्यादा है उसका प्रेम मेरे लिए. ഇത്രമേൽ സ്നേഹം, इतना गहरा प्रेम നിങ്ങൾക്കറിയാമോ? हम जानते हैं. അതുകൊണ്ട് എന്റെ കുറവുകളെ കർത്താവ് മറച്ചിരിക്കുക. इसके लिए मेरी कमियों को परमेश्वर ने ढक लिया. मैं പാപങ്ങളെ ക്ഷമിച്ചിരിക്കുക. पापों को क्षमा किया. ഹല്ലേലൂയ. നമ്മുടെ യോഗ്യതയല്ല കേട്ടോ. हमारी योग्यता नहीं. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നേ, आप परमेश्वर से प्रेम करो, ആഴത്തിൽ സ്നേഹിക്കുന്നേ, गहराई में प्रेम करो. നല്ലൊരു ബന്ധം ഉണ്ടാകട്ടെ. एक अच्छा रिश्ता बनने दे. ആ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ और रिश्ता जब बनेगा, ആ ക്രിസ്ത്യ ജീവിതം വളരെ ആനന്ദകരമായ ജീവിതമാണ്. वो मसीह जीवन बहुत आनंद से भरा होगा. അത് വളരെ ഫ്രീഡം അനുഭവിക്കുന്ന ജീവിതമാണ്. और बहुत आजादी महसूस करने वाला. ദാസനായിരുന്നത് മതി. आमेन आमेन. हाले दासत्व तो काफी हो गया. ഹല്ലേലൂയ. വചനം കൃത്യമായിട്ട് പറയുന്നു, वचन साफ साफ നാം कहता है. ദാസിയുടെ आमेन, മകനല്ല. आमेन,
वचन साफ साफ कहते हैं हम दासी के संतान नहीं है। ഒക്കെ പറഞ്ഞ വചനം ഞാൻ ആവർത്തിക്കുകയാണ്. पिछले दिनों में कहा हुआ वचन में बार बार दोहराता हूं, ദാസിയുടെ മകനല്ല, हम दासी के संतान नहीं है, സ്വതന്ത്രയുടെ മകനാണ്. मैं स्वतंत्रता का संतान മീതെയുള്ള हूं। ജെറുസലേം അവൾ തന്നെ നമ്മുടെ അമ്മ. जो ऊपर के जो जेरूशलेम है वही मेरी माता है, സ്വർഗ്ഗത്തിന്റെ സന്താനമാണ്. मैं स्वर्ग का संतान हूं, ഞാൻ ദൈവ പൈതലാണ്. मैं परमेश्वर का संतान हूं। കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. परमेश्वर को धन्यवाद दे। അതുകൊണ്ട് എല്ലാ ഭയവും ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകട്ടെ. वो तो सारे भय हमारे में से बाहर जाए। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ മക്കളാണെങ്കിലുണ്ടല്ലോ, अगर हम बच्चे हैं तो ദൈവത്തിന്റെ പ്രൊവിഷൻ നിങ്ങൾ അനുഭവിക്കും. परमेश्वर का प्रबंध हम अनुभव അപ്പന് करेंगे। കരുണയുണ്ട്. पिता को करुणा है, കരുണ കരുതൽ നൽകുന്നതാണ്. करुणा जो है प्रबंध को लाता है, കരുതുമെന്ന് वो प्रबंध करेगा। പരിശുദ്ധാത്മ പറയുക, पवित्र आत्मा कहता നിന്റെ है ഭാവിക്ക് വേണ്ടിയുള്ളത് കർത്താവ് കരുതുമെന്ന്. तेरे भविष्य के लिए परमेश्वर प्रबंध करेगा। തലമുറയ്ക്ക് വേണ്ടിയുള്ളത് കർത്താവ് കരുതുമെന്ന്. आमीन। तेरे पीढ़ियों के लिए परमेश्वर प्रबंध ഓ करेगा। നാളെ നനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നു, ഓ നാളെയെ നനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നു, മാനുവേലൻ മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ. മനമേ കലങ്ങണ്ടാണ്, കലങ്ങണ്ടാണ്. हमें व्याकुल नहीं होना है। ഹല്ലേലൂയ. കർത്താവ് കരുതുമെന്ന്. परमेश्वर प्रबंध करेगा। മക്കളാണോ? संतान है क्या? മക്കൾക്ക് വേണ്ടി ആരാ കരുതുന്നത്? बच्चों के लिए कौन संभालता മക്കൾക്ക് है? വേണ്ടി കരുതാനുള്ള ഉത്തരവാദിത്വം ആരുടേതാ? बच्चों की जिम्मेदारी किसका है? അപ്പന്റേതാ. पिता का है। നിങ്ങൾ മക്കളാണെങ്കിൽ अगर हम बच्चे हैं तो നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതും. हम एक परमेश्वर है ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കർത്താവ് കരുതും. कि तुम्हारे बच्चों के लिए परमेश्वर प्रबंध അത് करेगा। നിങ്ങളുടെ മക്കളായതുകൊണ്ടല്ല, तुम्हारे बच्चे बोल के അവര് नहीं, കർത്താവിന്റെ മക്കളായതുകൊണ്ട്. वो परमेश्वर अमेन हालेलुया संतान है के നിങ്ങളും കർത്താവിന്റെ മക്കളാ, तुम भी परमेश्वर का संतान നിങ്ങളുടെ है, മക്കളും കർത്താവിന്റെ മക്കളാ. तुम्हारे बच्चे भी परमेश्वर का संतान है। എപ്പോഴും പറഞ്ഞ കാര്യം, കർത്താവിന് മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളില്ല. अमेन हालेलुया। मैं हमेशा पासवान हमेशा कहते हैं परमेश्वर को बच्चे हैं, पोते पोती नहीं है। ആ കൊച്ചുമക്കളില്ല കേട്ടോ. പോത്തെ നമ്മുടെ പോത്തി മക്കളൊക്കെ നീ ഹെ. കർത്താവിന്റെ ഡയറക്റ്റ് മക്കളാ. सारे सब लोग परमेश्वर के डायरेक्ट संतान है। അവർക്ക് വേണ്ടി കർത്താവ് കരുതും. उनके लिए परमेश्वर प्रबंध करेगा। കരുതത്തില്ലേ? अमेन। കരുതത്തില്ലേ? क्या प्रबंध नहीं करेंगे? കരുതുമെന്ന്. हकीकत में करेंगे। ഹല്ലേലൂയ. അപ്പന് കരുണയുണ്ട്. पिता को करुणा है, കരുണയിൽ കരുതലുണ്ട്. करुणा में प्रबंध है। ഹല്ലേലൂയ. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരുമെന്ന്. भलाई और आशीष जीवन भर मेरे पीछे के आएंगे। നിങ്ങൾക്കറിയാം ദൈവമക്കളെ, क्या तुम जानते हो? ഈ സങ്കീർത്തനം എഴുതി തുടങ്ങിയപ്പോൾ ये जब भजन संहिता लिखा, 23-ാം സങ്കീർത്തനം, भजन संहिता 23, ദാവീദ് പറഞ്ഞു തുടങ്ങിയത് दावीद ने जो बोल के शुरू നല്ല किया ഇടയനെ കുറിച്ചാ. अच्छे चरवा के बारे में है। ദാവീദ് നല്ല ഇടയനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്ത് പറഞ്ഞു? दावीद ने जब अच्छे चरवा के बारे में कहा तो क्या कहा? ഹല്ലേലൂയ. ഞാന് വലിയ അന്ധകാരം നിറഞ്ഞ താഴ്വരയിൽ കൂടെ നടക്കുമ്പോഴും, मैं बहुत अंधकार से भरा हुआ तराई से जब चल रहा है, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെ കടക്കുമ്പോഴും गहरी अंधकार से जब चल रहा है, ഒരു അനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല. कोई भी अनर्थ मुझे नहीं होगा। എന്തുകൊണ്ടെന്നാൽ क्यों? അവൻ എന്നോട് കൂടെ. क्योंकि वो मेरे साथ है। ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, अंग्रेजी में इस प्रकार लिखा है, I will not fear any evil or no evil. Hallelujah. अंग्रेजी में इस प्रकार लिखा है, मैं कोई भी बुराई से नहीं ഒരു डरूंगा। ഈവിളിനെയും ഒരു വിപത്തിനെയും ഒരു അനർത്ഥത്തെയും എനിക്ക് പേടിയില്ലെന്ന്. कोई भी सावधान से, कोई भी विपत्ति से, कोई भी अंधकार से मुझे डर नहीं है। എല്ലാവരും പറഞ്ഞിട്ട് ഒരു വിപത്തിനെയും എനിക്ക് പേടിയില്ല. हर एक मुंह खोल के बोले कोई विपत्ति से मैं डरता नहीं है। हमें എല്ലാവിധ ഭയവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകണം. हर एक भय मेरे अंदर से बाहर जाना നമ്മൾ है। ദാസരല്ല, हम दास नहीं है, നമ്മൾ മക്കളാ. हम बच्चे हैं। കരുതലുണ്ട്, हमारे लिए प्रबंध है, കരുതലുണ്ട്. प्रबंध है। ഹല്ലേലൂയ, ഹല്ലേലൂയ.
മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് മന്ന പൊഴിച്ചു കൊടുത്തെങ്കിൽ, कि रेगिस्तान में अगर बच्चों के लिए अगर मन्ना दिया तो 40 വർഷം മുഴുവൻ അവരെ തീറ്റിപ്പോറ്റിയെങ്കിൽ, 40 साल उन्हें पाला पोसा। വചനം പറയുന്നത് वचन कहता है ഒത്തിരി പ്രാവശ്യം അവർ മത്സരിച്ചു കേട്ടോ. कि बहुत बार वो लोग कुड़कुड़ाए। പക്ഷെ മത്സരിച്ച ദിവസം പോലും ദൈവം മന്ന ഇട്ടു. आमेन हालेलुया। जिस दिन वो लोग कुड़कुड़ाए उस दिन भी परमेश्वर ने मन्ना दिया, മത്സരിച്ചവനെ ശിക്ഷിച്ചിട്ടുണ്ട്. कि उसके लिए उन्हें दंड दिया है, ഒറ്റ ദിവസം പോലും മന്ന മുടക്കിയില്ല. लेकिन एक दिन भी मन्ना बंद नहीं ഇതൊരു किया। അത്ഭുതമല്ലേ? एक चमत्कार नहीं है മത്സരിക്കാഞ്ഞിട്ടാണോ? क्या? उन्होंने कुड़कुड़ाया नहीं ഹല്ലേലൂയ. ഈ മന്നയെ കഴിച്ചുകൊണ്ട് കർത്താവിനോട് മത്സരിക്കരുത്. कि मन्ना खा के परमेश्वर से कुड़कुड़ाता था। നമുക്ക് യോഗ്യതയില്ലെങ്കിൽ അർഹതയില്ലെങ്കിലും മക്കളാണോ അവന്റെ ഒരു പ്രൊവിഷൻ നമ്മൾ അനുഭവിക്കും. यदि भले हमें योग्यता नहीं है, भले हम उसका लायक नहीं है, अगर हम संतान है तो हमारे लिए प्रबंध करेगा। आमेन। എല്ലാത്തരം ഭയവും ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ നിന്ന് പുറത്തു കളയാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. आज पवित्र आत्मा चाहते हैं हमारा हर एक भाई हमारे दिल से बाहर जाए। ഫോർ എ മിനിറ്റ്, ഒറ്റ മിനിറ്റ് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ? एक क्षण के लिए आप प्रार्थना करेंगे। നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഭയത്തോടുകൂടെ ഇന്ന് ദൈവസന്നിധിയിലുണ്ടെങ്കിൽ, यदि आज में से कोई भी जो सुनने वाले में से कोई भी अगर कोई भी आज एक भाई के साथ है, ഹല്ലേലൂയ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. वो एक क्षण के लिए प्रार्थना करे, പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് प्रार्थना പ്രാർത്ഥിച്ചാട്ടെ. करे। ആ ഭയം യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകണം. वो भाई यीशु के नाम से बाहर जाए। എനിക്ക് ഭയമില്ല, मुझे भय नहीं है, കാരണം എന്റെ ഇടയൻ എന്നോട് കൂടെ. आमेन आमीन। मेरा चरवा मेरे साथ है, ഹല്ലേലൂയ, യേശു എന്റെ കൂടെയുണ്ട്. यीशु मेरे साथ है, എനിക്ക് ഭയമില്ല. मुझे भय नहीं ഇന്ന് है। രാവിലത്തെ സർവീസ് ആരംഭിച്ചപ്പോൾ आज का सुबह का जब सर्विस आरंभ किया, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് യെശയ്യാവ് 43:1 മുതലുള്ള വചനങ്ങളാണ് നൽകിയത്. कि परमेश्वर की आत्मा ने आयशा 40 का 1 से लेके आयत दिया 43। ഞാനത് ആ വാക്യങ്ങൾ വായിച്ച ഇന്നത്തെ സഭായം തുടങ്ങിയത്. वो आयत पढ़ के मैंने सभा को आरंभ किया, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 1 से लेके 5 तक। ദൈവമക്കളെ, ഹല്ലേലൂയ, ആ വാക്യം 5 എണ്ണം വായിച്ചത് കൊണ്ടാണ് ഇന്ന് പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു വചനം പിന്നീട് വായിക്കാഞ്ഞത്. वो पढ़ा बोल के हमने फिर एक वचन नहीं पढ़ा। നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ എല്ലാവരും ഒന്ന് എടുത്താട്ട് अपने हाथ में जो बाइबल है सभी लोग उठाइए। ആ വാക്യങ്ങളിൽ പ്രധാനമായിട്ട് എന്താ പറയുന്നതെന്ന് അറിയാം. उस आयत में खास क्या कहते हैं? ഭയപ്പെടേണ്ടെന്ന്. कि डरो मत, തീയിൽ കൂടി കടന്നാലും നദിയിൽ കൂടി കടന്നാലും നിന്നെ ദഹിപ്പിക്കത്തില്ല, മുക്കിക്കളയത്തില്ല. कि तू भयभीत मत हो, तू अंगार में से जाएगा, तू नदी से जाएगा, लेकिन वो तुझे डराएगा नहीं। നിനക്ക് പേടി വേണ്ടെന്ന്. तुझे डर नहीं चाहिए। കൂരിരുൾ താഴ്വരയിൽ കൂടെ കടക്കുമ്പോഴും ഒരു അനർത്ഥം നിനക്ക് ഭയപ്പെടത്തില്ല, നിനക്ക് ഭവിക്കത്തില്ല, ഭയപ്പെടേണ്ട. कि जब अंधकार की तहराई से जब तू जाएगा तुझे कोई अनर्थ नहीं होगा, तू डर मत। നിനക്ക് ആ ഈവിൾ, ആ വിപത്തിനെ നീ പേടിക്കേണ്ടത്. वो विपत्ति से तू डर मत। ആ വാക്യങ്ങൾ എല്ലാവരും ഒന്ന് എടുത്തേ. वो आए सभी लोग जरा उठाइए। ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, वो इस प्रकार लिखा है, ഇപ്പോഴോ യാക്കോബേ, अभी याकूब നിന്നെ സൃഷ്ടിച്ചവനോ तुझे जो सृष्टि किया, ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു. इसराइल तुझे निर्माण किया, वो इस प्रकार कहते हैं, ഭയപ്പെടേണ്ട. डरो मत। ഹല്ലേലൂയ. എന്തുകൊണ്ട് ഭയപ്പെടേണ്ട? क्यों डरना नहीं है? നീ നദിയിൽ കൂടെ പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല പോകുന്നത്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. तू जब नदी में से जाते तू अकेला नहीं जाते, इसलिए तू डर मत। നീ തീ കൂടെ കടന്നു പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല പോകുന്നത്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. तू जब आग में से चलता है तू अकेला नहीं है, इसके तू डर मत। ഇസ്രായേൽ മക്കൾ ലിറ്ററലി നദിയിൽ കൂടെയും കടലിൽ കൂടെയും ഒക്കെ ക്രോസ് ചെയ്തവരാണ്. इसराइल के जिंदा हकीकत में नदी में से चला है। ക്രോസ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കിയത് എന്താണെന്നറിയാമോ? उन्हें पार करने के लिए कौन क्षमता दिया? അവരുടെ മുമ്പിൽ കർത്താവ് നടക്കുകയായിരുന്നു. उनके आगे परमेश्वर चला, കർത്താവ് അവർക്ക് മുമ്പായി നടക്കുകയായിരുന്നു. परमेश्वर उनके आगे आगे चल ഒരു रहा था। വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. एक वचन इस प्रकार लिखा है, കനാൻ ദേശത്തേക്ക് പോകുന്ന ജനത്തോട് ദൈവം പറയുകയാണ്, അവരുടെ 40 വർഷത്തെ യാത്രയുടെ അവസാന ഭാഗത്ത്, कि कनान की ओर जाने वाले प्रजा से उनके अंतिम 40 साल के अंतिम में कहता है നിനക്ക് മുമ്പായിട്ട് കനാനിലേക്ക് പോകുന്നു. कि मैं तुझसे आगे कनान में जाता हूँ। നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, ये है परमेश्वर की खासियत, അവൻ നമുക്ക് മുമ്പിൽ പോകുന്നവനാണ്. वो हमसे आगे जाता है। കല്ലറയ്ക്കൽ വന്ന ഹല്ലേലൂയ ആ സ്ത്രീകളോട് എന്താ പറഞ്ഞത്? जो कब्र के पास है उस स्त्रियों से क्या कहा? അവൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോയിരിക്കുന്നു. वो तुमसे आगे गलीला में गया है, നിങ്ങൾക്ക് മുമ്പായി പോയിരിക്കുന്നു. तुमसे आगे। നിങ്ങൾക്കറിയാമോ, നമുക്ക് മുമ്പേ പോകുന്നവനാ കർത്താവ്. क्या तुम जानते हो हमसे आगे जाने वाला है അവൻ परमेश्वर? മുമ്പേ നടക്കുന്ന ഇടയനാണെങ്കിൽ वो आगे चलने वाला चरवा है, तो ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ?
डरने की जरूरत है क्या? പറഞ്ഞാട്ട് യേശുവിന്റെ മുമ്പിൽ പോകുന്നു. आज तुम कहो यीशु मेरे आगे चलते, आमीन। ഞാനല്ല മുമ്പിൽ പോകുന്നത്, मैं नहीं आगे चलता, ഞാൻ പോകുന്നിടത്തോടെ യേശു എന്റെ പുറകിൽ കൂടെ വരുന്നല്ല. मैं जहां भी जाएगा यीशु मेरे पीछे आएगा, वैसा അങ്ങനെ नहीं, എക്സ്പെക്ട് ചെയ്യരുത്. वैसा उम्मीद मत നമ്മൾ करो। നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് കർത്താവിന്റെ പുറകെ വന്നോണം എന്ന് പറഞ്ഞ് നടക്കത്തില്ല. हम हमारी इच्छा से जाएंगे और परमेश्वर हमारे पीछे आएंगे, वैसा नहीं होगा। കർത്താവ് മുമ്പിൽ പോകുമ്പോൾ परमेश्वर जब आगे जाएगा, just follow him. उसको पीछा करो, അവന്റെ പുറകെ അങ്ങ് പോയാൽ മതി. उसके पीछे करो, You will be safe. आप നിങ്ങൾ സുരക്ഷിതമായിരിക്കും. आप सुरक्षित रहेंगे। ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. परमेश्वर बच्चों, एक बात मैं आपसे कहता हूँ, കർത്താവിന്റെ ഹിതമറിഞ്ഞ്, परमेश्वर का इच्छा അവന്റെ जान के, പദ്ധതി അറിഞ്ഞ്, उसका योजना जान അവന്റെ के, കാൽച്ചുവടുകളിൽ നടക്കാൻ തയ്യാറായാൽ उसके कदमों को पीछे करेंगे, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. हम कभी पराजित नहीं होगा। ഹല്ലേലൂയ. നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പർപ്പസ് പൂർത്തീകരിക്കപ്പെടും. आपका जो उद्देश्य परमेश्वर की योजना वो पूरा होगा। എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങളോടെല്ലാം പറയാനുള്ളത്, मुझे सब छोटे बच्चों से कहना है, ജോഷിനോട്, ആയുഷിനോട്, എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളോട് എനിക്ക് जोया से, आयुष से, सबसे, നിങ്ങൾ ഈ പാസ്റ്ററുകൾ പറഞ്ഞ പ്രസംഗം കേൾക്കണം കേട്ടോ. आप जो पास्टर जो हुए थे वो वचन को सुनना है। ഇതർ ഉദ്ധർ ദേഖേ बैठना नहीं है. ഇവിടെ അവിടെ നോക്കിയിരിക്കില്ലേ, നിങ്ങളുടെ ചെറിയ പ്രായത്തിലെ आपके छोटे उम्र में പ്രാർത്ഥിക്കാൻ പഠിക്കണം. कि प्रार्थना करने सीखना കർത്താവേ, में, എനിക്ക് നിന്റെ വഴി കാണിച്ചു തരണം, നിന്റെ ഹിതം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ പഠിക്കണം. ഹല്ലേലൂയ. हमें प्रार्थना करने, परमेश्वर तेरी इच्छा को, तेरे रास्ता, तेरे मार्ग को मुझे दिखा। അങ്ങനെ ഒരു ആദത്ത് ഉണ്ടായി കഴിഞ്ഞാൽ, अब वो एक आदत बनेगा। നിങ്ങൾ വളർന്ന് വലുതായി കഴിഞ്ഞാലും ഒരു അനുഗ്രഹമാകും. आप बड़े होने के बावजूद वो आशीष रहेगा। നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേറെ ഒന്നും കരുതാൻ പറ്റിയില്ലെങ്കിലും, हम भले अपने बच्चों के लिए कुछ भी प्रबंध नहीं कर पाए, ഹല്ലേലൂയ, हमें ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ कुछ चीजें बच्चों को सिखाए, അവര് ജീവിച്ചോളും. वो जिएंगे। आमीन। നമ്മളങ്ങനെ ജീവിക്കുന്നത് हम कैसे जी रहे हैं? आमीन। എല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ടാണോ? हम सब कुछ इकट्ठा करके जी रहे हैं। നമ്മുടെ അപ്പന്മാരെ കുറ്റം പറയല്ല. हमारे पिताओं को गलती नहीं बोल അവരുടെ रहे, വിശ്വാസം അതായിരുന്നു. എന്റെ അപ്പന്റെ उनका भी विश्वास वही था। എനിക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും ദൈവം കരുതുന്നത് എന്റെ അപ്പന്റെ വിശ്വാസം. पास्टर के पिता का विश्वास था कि उनके लिए परमेश्वर प्रबंध അതുകൊണ്ട് करेगा, അധികമൊന്നും കരുതി വെക്കാൻ പറ്റിയില്ല. इसके लिए ज्यादा कुछ प्रबंध नहीं പക്ഷെ किया, ഒരു ഉറപ്പുണ്ട്, കർത്താവ് നടത്തിക്കൊള്ളും. पर एक पक्का है कि परमेश्वर चलाएगा। എനിക്കുള്ള ഒരു വിശ്വാസത, എന്നെ നടത്തിയ കർത്താവ് അവരെ आमीन। हालेलुया। हमारा विश्वास है कि जो परमेश्वर हमें चलाए वो पीढ़ी को भी चलाएगा। നടത്തും, 100% നടത്തും. പക്ഷെ അവരെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. लेकिन उन्हें एक चीज को सिखाना है। हमें ഹല്ലേലൂയ. എന്താ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? क्या सिखाना है? കർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കണം. परमेश्वर से प्रेम करना है। എങ്ങനെ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നെന്ന് പഠിക്കണം. आमीन। हालेलुया। कैसे परमेश्वर की आवाज सुनना है। കർത്താവിന്റെ ഹിതം അറിഞ്ഞ് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാൻ आमीन। പഠിപ്പിക്കണം. परमेश्वर का इच्छा जान के उस पे സഹാറ റക്കെ ജീനാ ഹൈ। നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, अगर बच्चों के हर एक जरूरतों पे हम पे अगर डिपेंड रहने को सिखाएगा, മാതാപിതാക്കൾ ചെയ്യുന്ന ഗലത്തി അതാ കേട്ടോ. बहुत सारे माता पिता गलती करते നമ്മൾ हैं, അവർ ചോദിക്കുന്ന എല്ലാം എടുത്ത് കൊടുക്കും. हम वो जो भी पूछते देते हैं, അവരുടെ ചിന്ത അപ്പനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. तो उनका सोच है कि पिता पे निर्भर होकर जी सकता है, അങ്ങനെ പഠിപ്പിക്കല്ലേ അവരെ. वैसा नहीं അവരോട് सिखाना है। പറഞ്ഞു കൊടുക്കണം, യു പ്രേ, उनको बताना है तुम प्रार्थना करो, യുവർ പ്രേയർ. परमेश्वर तुम्हारा उत्तर ദൈവം देगा, നിനക്ക് ഉത്തരം തരും. परमेश्वर तुम्हें उत्तर देगा। ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർക്കൊരു കാര്യം മനസ്സിലായി, അപ്പനെ ആശ്രയിച്ചിട്ട് കാര്യമൊന്നുമില്ല. उन्हें पता चल कि पिता पे निर्भर रह के फायदा नहीं है, സ്വർഗീയ പിതാവിനെ ആശ്രയിച്ചിട്ടേ കാര്യമുള്ളൂ. कि स्वर्गीय पिता को निर्भर रहना അവർ है, ദൈവത്തിൽ ആശ്രയിക്കും. वो परमेश्वर पे निर्भर रहेगा, ദൈവാശ്രയമുള്ള ഒരു തലമുറ വളർന്നു വരും. कि परमेश्वर पे निर्भर होकर पीढ़ी आएगा। അവരെ ഇത് മാത്രം പഠിപ്പിച്ചാൽ മതി. वो उन्हें सिर्फ यही सिखाना है, ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചാൽ മതി. कैसे परमेश्वर पर सहारा रखना അവരുടെ है, ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളിലും അവർ ദൈവത്തിൽ ആശ്രയിച്ച് അനുഗ്രഹിക്കപ്പെടും. और आगे जाकर उनके जीवन की हर एक जरूरतों पे परमेश्वर पे आसरा रखेगा। നമുക്കുള്ള നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഞാൻ കഴിഞ്ഞ परमेश्वर ദിവസം बच्चों को ഇതൊക്കെ एक പറഞ്ഞ बात കാര്യമാണ്. ഈ പഴയ മാതാപിതാക്കളൊക്കെ ഒത്തിരി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരായിരുന്നു. कि पुराने जमाने में माता पिता बहुत रोता था, അതിന്റെ ഒരു അനുഗ്രഹമാണ് തലമുറയ്ക്കുള്ളതെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. हम हमेशा बोलते हैं उसके आशीष है पीढ़ी को, എന്നാൽ लेकिन ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് അത്രയും കണ്ണുനീരില്ല, അത്രയും പ്രാർത്ഥനയില്ല. आज की हमारी पीढ़ी को उतना आंसू नहीं है, रोना नहीं है, അതൊരു വലിയ കുറവാ. वो बहुत कमी है। സത്യമല്ലേ? നമ്മുടെ അമ്മമാര് കരഞ്ഞ പോലെ നമ്മൾ കരയുന്നുണ്ടോ? क्या हमारे माँ लोग नहीं रोए वैसे हम रोते हैं? ഇല്ല, സത്യത്തിൽ അങ്ങനെയുള്ള പ്രാർത്ഥനയോ അങ്ങനെയുള്ള ഒരു ആത്മീയതയോ ഒന്നും നമ്മുടെ തലമുറയ്ക്കില്ല. നമ്മുടെ ആത്മീയരല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അവരുടെ പ്രാർത്ഥന പോലെ, അവരുടെ സമർപ്പണം പോലെ ഒരു ജീവിതം നമുക്കില്ല. हम ये नहीं कहते हम वैसा धार्मिक नहीं है, लेकिन उनके समर्पण के जैसे एक जीवन हमारा नहीं है। അത് നമ്മുടെ തലമുറയ്ക്കുള്ള വലിയൊരു നഷ്ടമാണ്. ये इस पीढ़ी का एक नुकसान है। പ്രാർത്ഥിക്കുന്ന അമ്മമാർ നമ്മുടെ തലമുറയിൽ, നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. कि प्रार्थना करने वाली माता हमारी पीढ़ी में, हमारे बीच में होना चाहिए। അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. वो हमारे बच्चों को सिखाना है, ആ കുഞ്ഞുങ്ങൾ നാളെ പ്രാർത്ഥിക്കുന്ന
അമ്മമാരായി മാറും. कल वो बच्चे प्रार्थना करने वाले माँ बनेंगे. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചാൽ മതി. बच्चों को ये सिखाना है, അവര് ജീവിക്കും. वो जिएंगे, കർത്താവ് അവരുടെ കൂടെ നിൽക്കും. कि परमेश्वर उनके साथ रुकेंगे. വളരെ പ്രസിദ്ധമാകുന്ന ഒരു 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 പറച്ചിലാണ്, ഒരു 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 കാര്യമാണ്. कि बहुत फेमस एक बातें हैं. ഹല്ലേലൂയ. ഒരുത്തനൊരു മീൻ കൊടുക്കുന്നതിലും നല്ലത് आमेन. एक व्यक्ति को मछली देने से अच्छा അവനെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നത്. उसे मछली पकड़ना सिखाना है. നമുക്ക് ഇവനോട് ഭയങ്കര ദയവ്, അവനെ കഷ്ടപ്പെട്ടിരിക്കുകയല്ലേ. हम उस पर बहुत दया करते हो, कष्ट में बैठा है. ഇന്നൊരു മീൻ അവനോട് കൊടുത്തു, ഒരു 4 കിലോ ഉള്ള ഒരു മീൻ അവന് കൊടുത്തു. आज हमने उसको 4 किलो मच्छी दिया. ഹല്ലേലൂയ. അവൻ പിറ്റേ ദിവസം നമ്മുടെ വീട്ടിൽ വരും, മീൻ ഉണ്ടോ എന്ന് ചോദിച്ചു. वो अगले दिन भी हमारे घर में आएंगे, मच्छी है क्या पूछ के. സയ്യനാ. सही सही है लियो. എല്ലാ ദിവസവും നമുക്ക് മീൻ കൊടുക്കാൻ നോക്കുമോ? हर दिन हम मच्छी दे सकते പക്ഷെ हैं, അവനെ മീൻ പിടിക്കാൻ പഠിപ്പിച്ച. लेकिन उसको मच्छी पकड़ना सिखाया. ഒരു ചൂണ്ട കൊടുത്ത് പോയി പിടിയിടാന്ന് പറഞ്ഞാൽ, कल एक बोलते ना कि मछली पकड़ने के लिए एक चीज देके उसको कांटा देके बोला जा पकड़. നമ്മൾ കൊടുക്കുന്നതിലും വലിയ മീൻ അവൻ പിടിക്കും. आमेन आमेन. हम जो देगा उससे बड़ा मछली वो पकड़ेगा. പഠിപ്പിക്കുക, सिखा. ദൈവാശ്രയം പഠിപ്പിക്കുക, परमेश्वर पर निर्भर होना सिखा. ദൈവഹിതം അറിഞ്ഞ് ജീവിക്കാൻ പഠിപ്പിക്കുക. परमेश्वर की इच्छा जान के जीने को ഇടയനെ सिखा. പിൻപറ്റുന്നവർ ഒരിക്കലും പരാജയപ്പെടത്തില്ല. चरवा का पीछा करने वाला कभी पराजित नहीं होगा. നിങ്ങൾ ഇടയനെ പിൻപറ്റുന്നവരാണോ? क्या हम चरवा का पीछे करने वाले നന്മയും हैं? കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? कि भलाई और आशीष जीवन भर पीछे आने का कारण क्या है? നമ്മുടെ പുറകെ നന്മയും കരുണയും വരികയാ. हमारे पीछे भलाई आशीष आ നമ്മൾ रहा है. ഇതിന്റെ ഒന്നും പുറകെ പോകുന്നില്ല. हम इसके पीछे नहीं जा रहे हैं. ഹല്ലേലൂയ. നമ്മൾ ഇതിന്റെ ഒന്നും പുറകെ പോകുന്നില്ല. हम इसके पीछे नहीं जा रहे हैं. ഇതെല്ലാം നമ്മുടെ പുറകെ ഇങ്ങനെ വരിക. ये सब हमारे पीछे आता है. നമ്മൾ മുന്നോട്ട് ഓടിപ്പോ, എന്നിട്ട് പുള്ളി വിടുന്നില്ല, ഓടി വരിക നമ്മുടെ കൂടെ. वो हमें छोड़ नहीं रहा, हमारे पीछे पीछे आ Goodness रहा है. and mercy നിന്റെ പുറകെ ഓടി വരിക. भलाई और आशीष हमारे पीछे आता है. ഹല്ലേലൂയ. हालेलुया. കാരണം എന്താണെന്നറിയാമോ? कारण क्या है? നീ ഇടയന്റെ പുറകെ ഓടുകയാ. आमेन. आप क्योंकि तू चरवा के पीछे जा നീ रहा है. ഇടയന്റെ പുറകെ ഓടുകയാ. तू चरवा के पीछे जा रहा है. ഹല്ലേലൂയ. നിന്റെ പുറകെ അല്ല ഇടയൻ. क्योंकि तेरे पीछे नहीं है चरवा. ലോകത്തിന്റെ അനുഗ്രഹങ്ങളുടെ പുറകെ ഓടുന്നവർക്ക് അത് കിട്ടത്തുമില്ല, ഇടയനൊട്ടുകൂടെ കാണത്തുമില്ല. जो दुनिया की आशीष के पीछे जाते हो, ना उसको मिलेगा ना वो चरवा उसे मिलेगा. എന്നാൽ ദൈവമക്കൾക്ക് അറിയണം, ദൈവമക്കൾ മനസ്സിലാക്കണം, അങ്ങനെ ചെയ്യണം. ദൈവത്തിന്റെ പിന്നാലെ ഓട്, കർത്താവിന്റെ പിന്നാലെ ഓട്. നിന്റെ ആവശ്യങ്ങളൊക്കെ കർത്താവ് നടത്തുമെന്ന്. कि परमेश्वर के बच्चे को जानना है, सीखना है कि परमेश्वर के पीछे भागो, वो तुम्हारी सारी जरूरतों को प्रबंध करेगा. ബലായം കരുണ സദാതര സംഗ്രഹുങ്ക. कि നന്മയും കരുണയും സദാ നമ്മുടെ കൂടെ കാണും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. हालेलुया. ഞാൻ എന്താ പറഞ്ഞത്? मैं क्या कहा? യാക്കോബേ, നീ ഭയപ്പെടണ്ട. याकूब तू डर मत. നദിയിൽ കൂടി കടന്നാലും, तू आग से चलेगा, നദിയിൽ കൂടെ കടന്നാലും पानी में से चलेगा, നീ വെന്തു പോകത്തില്ല, तू जलेगा नहीं, മുങ്ങിപ്പോകത്തില്ല. तू डूबेगा नहीं. കാരണം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. कारण परमेश्वर तेरे साथ है. 3 യഹൂദ ബാലന്മാർ 3 यहूदी बालक ആ തീക്കകത്തേക്ക് ഇറങ്ങിയപ്പോൾ वो जब आग में उतरा, അവർക്കുള്ള ഉറപ്പെന്താണെന്നറിയാമോ? उनका पक्का क्या था? 4-മനായിട്ട് ഒരുവൻ ആ തീക്കകത്തുണ്ട്. ये चौथा एक उस आग के बीच में है. ഹല്ലേലൂയ. എന്റെ ചോദ്യം, मेरा सवाल, തീക്കകത്ത് ഇട്ട് കഴിഞ്ഞിട്ടാണോ കർത്താവ് ഇറങ്ങി വന്നത്? क्या आग में डालने के बाद परमेश्वर उतरा क्या? അങ്ങനെയായിരുന്നു ഇവര് ചത്തുപോയിനെ. अगर ऐसे तो मर जाते. തീയിൽ നീ ഇറങ്ങുന്നതിന് മുമ്പേ कि आग में उतरने से पहले കർത്താവ് ഇറങ്ങിക്കഴിഞ്ഞു. कि परमेश्वर उतरा. സിംഹക്കുഴിയിൽ നീ ഇറങ്ങുന്നതിന് മുമ്പേ कि शेर की गुफा में तू उतरने से पहले ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞു. परमेश्वर का दूध उतरा. യോർദാനിൽ നിന്റെ കാല് വെക്കുന്നതിന് മുമ്പേ, योरदान में तेरा पैर रखने से पहले, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് യോർദാനെ തൊട്ട് കഴിഞ്ഞു. कि संदूक लेके चलने वाला याजकों का पैर योरदान को छुआ. ഒഴുകുന്ന യോർദാനിൽ അല്ല നീ ഇറങ്ങുന്നത്. कि बहने वाला योरदान में नहीं तू उतरता. ഹല്ലേലൂയ. ഒഴുകുന്ന യോർദാനിൽ അല്ല നീ ഇറങ്ങുന്നത്. कि बहने वाले योरदान में नहीं तू उतरता. കർത്താവിന്റെ കാല് വെച്ച് ഒതുക്കിയ യോർദാനിൽ. आमेन आमेन हालेलुया. परमेश्वर का पैर से दबाया हुआ योरदान में तू उतरा है. ഒഴുകുന്ന നദിയിലല്ല, जो बहने वाला नदी नहीं, ഒഴുക്ക് നിലച്ച നദിയിലാണ് നീ ഇറങ്ങാൻ പോകുന്നത്. कि जो बहना को रोका हुआ नदी में तू उतरने वाला है. ഹല്ലേലൂയ. हालेलुया. ശകമന രംശൽ ഖമന രഗദലെ.
അതിലാരം ഒന്ന് കൈയടിക്കാം, ആരാധിക്കാം, സ്തുതിക്കാം. ആരും आप കുറ്റം പറയത്തില്ല. ताली बजा सकते हैं, आराधना कर सकते हैं, धन्यवाद दे सकता है. ശക്തമായിട്ട് കൈ നടിച്ചാട്ടെ. നമ്മുടെ കുറെ അസുഖങ്ങൾ കംസകം ഒന്ന് പോകും. आमीन. कब से हमारी बीमारियां चाहेंगे जब हाथ ताली बजाएगा. ആരാധിക്കുമ്പോൾ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. जब आप आराधना करेंगे आप चंगाई पाएंगे. ധൈര്യമായിട്ട് അടിച്ചാട്ടെ. धैर्य के साथ हाथ ताली बजाएंगे. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, यीशु के नाम से ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുക, परमेश्वर की आत्मा कहता है നിങ്ങൾ ചില പ്രതികൂലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് കണ്ട് ഭയപ്പെടുമ്പോൾ, कि आप में से कुछ लोग जब प्रतिकूल में उतरेंगे वो देख के जब डरेंगे, അതിനെ നേരിടുന്നതിന് മുമ്പ് आप उसका सामना करने से पहले കർത്താവ് അവിടെ എത്തിയിട്ടുണ്ട്. कि परमेश्वर वहां पहुंचा है. അതുകൊണ്ട് പേടിക്കണ്ട. आप डरो मत. ഉണങ്ങിയ നിലത്താ നിങ്ങൾ കാല് വെക്കാൻ പോകും. आप सूखे हुए जमीन में कदम रखेंगे. നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തും. आप आपके मंजिल पहुंचेंगे. No आमीन. power can divert you from that destination. कोई भी शक्ति आपकी मंजिल से आपको दूसरे जगह पर नहीं ले जा सकते, നിങ്ങളുടെ ഇടയനെയാണ് നിങ്ങൾ क्योंकि പിൻപറ്റുന്നത്. आप आपके चरवा का पीछा करता ഞാൻ है. പറഞ്ഞു കേൾക്കുന്നുണ്ടോ? मैं जो बोल रहा सुन रहे, ഞാൻ കർത്താവിനെ പിൻപറ്റുന്നെങ്കിൽ अगर मैं चरवा का पीछा करता है, ഞാൻ എന്റെ ഗോളിൽ എത്തുമോ? मैं अपने मंजिल पहुंचेगा ही नहीं. मैं अपने मंजिल पहुंचेगा, ഉറപ്പായിട്ട് എത്തും. हकीकत में पहुंचेगा. കാരണം കർത്താവ് എന്നെ വഴി തെറ്റിക്കത്തില്ല. कि परमेश्वर मुझे रास्ता भटकाएगा नहीं. കർത്താവിനെ കറക്റ്റ് വഴി കൊണ്ടുപോകും. परमेश्वर सही रास्ते से ले ഞാൻ चलेगा. എന്റെ വഴിയിലല്ല നടക്കുന്നത്. मैं मेरे मार्ग पे नहीं चल എന്റെ रहा, ഹിതത്തിലല്ല നടക്കുന്നത്. मेरी इच्छा पे नहीं चल रहा. ഇടയന്റെ പുറകെ വരികയല്ല, मैं चरवा के पीछे ഞാൻ नहीं, ഇടയന്റെ പുറകെയാ പോകുന്നത്. मैं चरवा के पीछे है. ധൈര്യത്തോട് പറഞ്ഞാട്ടെ, धैर्य के साथ कहे, എന്റെ ഡെസ്റ്റിനേഷനിൽ കർത്താവിനെ എത്തിക്കും. मेरी मंजिल पर परमेश्वर मुझे पहुंचाएगा. അതിന്റെ നടുവിൽ ചെങ്കടൽ ഉണ്ടാകാം, उसके बीच में लाल समुंदर होगा, അതിന്റെ നടുവിൽ യോർദാൻ ഉണ്ടാകാം, उसके बीच में योर्दान होगा, അതിന്റെ നടുവിൽ അഗ്നി കത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം, उसके बीच में अग्नि से भरा हुआ अनुभव होगा, അതിന്റെ നടുവിൽ കൂരിരുൾ താഴ്വര ഉണ്ടാകാം. उसके बीच में गहराई अंधकार रहेगा. I will not fear any evil. लेकिन मैं कोई भी विपत्ति से नहीं डरेगा. ഒരു വിപത്തിയെ ഞാൻ कोई ഭയപ്പെടത്തില്ല. विपत्ति से मैं डरूंगा नहीं, എന്തുകൊണ്ടെന്നാൽ നീ എന്നോട് കൂടെയുണ്ട്. क्योंकि तू मेरे साथ है. ഓ, നീ എന്റെ മുമ്പിൽ നടക്കുകയാണ്. तू मेरे आगे चल रहा है. आमीन. അഗ്നി ജ്വാല എന്നെ ദഹിപ്പിക്കത്തില്ല. कि कोई भी अग्नि मुझे भस्म नहीं നദികൾ करेगा, മുക്കിക്കളയത്തില്ല. कोई नदी मुझे डुबाएगा नहीं. ഹല്ലേലൂയ. हालेलुया. ഇപ്പോഴോ യാക്കോബേ, अभी याकूब, എന്താ അത് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ? अंग्रेजी में क्या लिखा है? But now Thus says the Lord. thus says the Lord. But now, अभी, but now, ഇപ്പോൾ, അബി. എന്നാൽ ഇപ്പോൾ. अभी. ഈ ഞാൻ പലപ്പോഴും ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള വാക്കുകൾ കാണുമ്പോൾ ഞാൻ എൻ്റെ മേളത്തെ വാക്യം നോക്കും. जब ऐसा आयत देखते हैं तो मैं ऊपर का आयत भी देखते പല हैं. പ്രാവശ്യം ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. കാരണം എന്നാൽ ഇപ്പോൾ എന്ന് പറയുന്നത് അതിന്റെ മേളിൽ എന്തെങ്കിലും എഴുതിയിട്ടാ പറയുന്നത് അല്ലേ? अगर ऊपर कुछ लिखा है तब जाके बोले अब ये है तो अब 42 അധ്യായത്തിന്റെ അവസാനത്തെ കുറെ വാക്യങ്ങൾ വായിച്ചാൽ 42 के अंतिम को जो आयत है അവിടെ ദൈവം പറയുന്നത്, वहां जो परमेश्वर कहता है നിങ്ങൾക്കൊരു കാലമുണ്ടായിരുന്നു, तुम्हें एक दौर था, ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൽ നിന്ന് ദൂരെ പോയൊരു കാലമുണ്ടായിരുന്നു. परमेश्वर को छोड़ के परमेश्वर से दूर चला हुआ एक समय था. ഹല്ലേലൂയ. യാക്കോബ് കൊള്ളയടിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. याकूब को लूटा हुआ एक समय था. യാക്കോബിനെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. याकूब को लूटने वालों को दिया हुआ एक समय था. പാപം ചെയ്തതിന്റെ ഫലമായിട്ട് पाप किया कह के ഹല്ലേലൂയ അവർ യുദ്ധകാഠിന്യം, ദൈവത്തിന്റെ ഉഗ്ര കോപവും അനുഭവിച്ച ഒരു കാലമുണ്ടായിരുന്നു. पाप किया बोल के वो बहुत सारे समस्या में से और कष्ट में से गुजरे. തള്ളപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. कि टुकराया हुआ एक समय था. പക്ഷേ ഇപ്പോഴോ യാക്കോബേ, लेकिन अभी याकूब, ഇപ്പോഴോ യാക്കോബേ, अभी याकूब നിന്നോടൊരു ദൂത് പറയാൻ പോകുകയാണ്. आपसे एक वाणी कहता हूं. തള്ളപ്പെട്ട കാലങ്ങൾ മാറിയിട്ട് अब मैं तेरा टुकराया हुआ समय को हटा के, ഇപ്പോഴോ യാക്കോബേ, अभी याकूब, ഹല്ലേലൂയ, ശിക്ഷ ഇന്ന് വരെ നീ അനുഭവിച്ചെങ്കിൽ, आज तक अगर तूने दंड पाया, പാപത്തിന്റെ ന്യായവിധി നിന്റെ മേൽ ഇറങ്ങിയെങ്കിൽ, पाप का न्याय तुझ पे उतरा, ദൈവത്തിന്റെ മഹാകരുണ, परमेश्वर का महाकरुणा, അവിടുത്തെ സ്നേഹം वहां का प्रेम നിനക്കൊരു വാഗ്ദത്തം നൽകുകയാ. तुझे एक वादा देता है. നീ അശുഭ ആയിരിക്കുകയില്ല. अभी तू अजूबा नहीं रहेगा. ഓ, നിന്നെ ഞാൻ മാറ്റാൻ പോകുകയാ. मैं तुझे बदलने वाला हूँ. നീ ഇനി ത്യജിക്കപ്പെട്ടവളായിരിക്കുകയില്ല. अभी तू ठुकराया हुआ नहीं रहेगा. ഹല്ലേലൂയ. എത്ര പേർ കേൾക്കുന്നു? कितने लोग सुन ഞാൻ रहा നിന്നെ है? തള്ളിക്കളഞ്ഞെങ്കിലും
मैं तुझे ठुकराया, എന്നേക്കുമല്ല ഞാൻ നിന്നെ मैं തള്ളിക്കളഞ്ഞിരിക്കുന്നത്. तुझे हमेशा के लिए नहीं ठुकराया है, കരുണയോട് ഞാൻ നിന്നെ ചേർക്കാൻ പോകുകയാണ്. महाकरुणा के साथ तुझे वापस लूंगा. പണ്ടത്തേതിൽ അധികമായി ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. आमीन आमीन, पहले से भी अधिक मैं तुझे इस्तेमाल करूंगा. അല്ലെങ്കിൽ കൃപ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, अगर किसी का अनुग्रह निकल गया है, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, परमेश्वर से जो रिश्ता निकल गया है, ഇന്ന് പകൽക്കാലം മടങ്ങി വന്നാട്ട്. आज लौटा. കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു. परमेश्वर बहुत प्रेम करता കർത്താവ് നീ है. നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. परमेश्वर तू नष्ट होना नहीं चाहता है. കർത്താവ് പറയാ, ഇപ്പോഴോ യാക്കോബേ, परमेश्वर कहते हैं अभी याकूब, കഴിഞ്ഞ അധ്യായത്തിലെ അനുഭവങ്ങളൊക്കെ മാറാൻ പോകുകയാണ്. कि पहले अध्याय का सब अनुभव बदलने നീ वाला है. പാപം ചെയ്തു, तू पाप किया, ഞാൻ നിന്നെ ശിക്ഷിച്ചു, मैं तुझे दंड दिया, പക്ഷെ ഞാൻ നിന്നെ എന്നേക്കുമായിട്ട് തള്ളിക്കളയത്തില്ല. लेकिन मैं हमेशा के तुझे ठुकराऊंगा नहीं. അതിനൊരു കാരണമുണ്ട്. उसका एक कारण है, ഞാൻ നിന്നെ സൃഷ്ടിച്ചു. मैं तेरा सृष्टि करता हूँ. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്രിയേറ്റഡ് എന്ന പദമാണ്. वहाँ क्रिएटेड करके पद उपयोग യാക്കോബേ, किया. ഞാൻ നിന്നെ സൃഷ്ടിച്ചു. याकूब, मैंने तुझे क्रिएट किया है. ഈ വാക്യത്തിൽ, ഈ അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ इसमें जो लिखा हुआ बातें हैं, നമ്മൾ കാണുന്ന ചില ഇമ്പോർട്ടന്റ് പദങ്ങളുണ്ട്. हम जो देखने वाले कुछ इंपॉर्टेंट पद ഒരു हैं. പദമാണ് ക്രിയേറ്റഡ്, एक है सजनहार, സൃഷ്ടിച്ചു. सजनहार. ഹല്ലേലൂയ. രണ്ടാമത്തെ പദമാണ് दूसरा है ഹല്ലേലൂയ, ഫോം ചെയ്തു. रचने वाला, നിർമ്മിച്ചെന്ന മലയാളം എഴുതി. रचने वाला. സൃഷ്ടിച്ചു, सहनजार നിർമ്മിച്ചു. और रचने वाला. ഹല്ലേലൂയ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പദമാണ് दूसरा एक पद है ഫിയർ എന്ന പദം, ഭയപ്പെടേണ്ട എന്ന പദം. कि भयभीत, ഫിയർ നോട്ട്. ഹല്ലേലൂയ. भयभीत मत हो. താങ്ക് യു ജീസസ്. എന്റെ നാമം നിന്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന പദം. कि मेरा नाम तुझ पे बुलाया गया है. കുറെ ഇമ്പോർട്ടന്റ് പദങ്ങൾ ആ ആദ്യത്തെ പോർഷനിലുണ്ട്. ऐसे कुछ इंपॉर्टेंट पद है पहले आयत ഇതിന്റെ അർത്ഥം में. എന്താണെന്നറിയാമോ? इसका अर्थ क्या है? യാക്കോബേ, याकूब, ഞാൻ നിന്നെ നിർമ്മിച്ചു, मैं तेरा रचने वाला ഞാൻ हूँ, നിന്നെ ക്രിയേറ്റ് ചെയ്തു. मैं तेरा सजनहार हूँ. ശ്രദ്ധിച്ചു കേൾക്കണമേ. ध्यान से सुनना. ആകാശത്തെ ഭൂമിയെ എല്ലാം ദൈവം ഉണ്ടാക്കിയത് आकाश भूमि को सब परमेश्वर ने बनाया, ഒരു വാക്കുകൊണ്ടാണ് ഉണ്ടാക്കിയത്. एक शब्द से बनाया, സൃഷ്ടി, ക്രിയേഷൻ. जो सजनहार है. ഈ സകലത്തെ ദൈവം ക്രിയേറ്റ് ചെയ്തതിൽ നിന്ന് इन सबको परमेश्वर ने जो बनाया, യാക്കോബേ, याकूब, നിന്നെ ക്രിയേറ്റ് ചെയ്തതിന് ഒരു വ്യത്യാസമുണ്ട്. तुझे जो बनाया वो अलग है. എന്താ വ്യത്യാസം? क्या है फर्क? നിന്നെ ഒരു സ്പെസിഫിക് പ്ലാനോട് കൂടിയാണ് ദൈവം സൃഷ്ടിച്ചത്. तुझे एक पद्धति के साथ परमेश्वर ने बनाया. ലിസൺ മീ. ध्यान से सुनना. നിന്നെ ഒരു സ്പെസിഫിക് പ്ലാനോട് കൂടിയാണ് സൃഷ്ടിച്ചത്. तुझे एक खास योजना से बनाया, പ്രത്യേക പർപ്പസോട് കൂടിയാണ് സൃഷ്ടിച്ചത്. एक अलग वजह से बनाया. നിന്നെ ഞാൻ സൃഷ്ടിച്ചു എന്ന് ദൈവം പറഞ്ഞപ്പോൾ, जब परमेश्वर बोले मैंने तुझे रचना है, അതിന്റെ അർത്ഥം उसका अर्थ है നിന്നെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെന്നല്ല, तुझे ऐसे ही नहीं बनाया, വലിയ ഉദ്ദേശത്തോടുണ്ടാക്കി. बहुत योजना के साथ बनाया. എല്ലാവരും ഒന്ന് കേട്ടാട്ടെ. सभी लोग आज सुने, നമ്മളെ ഓരോരുത്തരെയും हम हर एक को ഒരു സ്പെസിഫിക് പർപ്പസോട് കൂടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. परमेश्वर ने की पर्पस के साथ बनाया है. നിന്നെ ദൈവം ഒരു സ്പെസിഫിക് പർപ്പസോട് കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. परमेश्वर मुझे एक स्पेसिफिक पर्पस के साथ बनाया है, പക്ഷെ ഞാൻ അതിന് യോഗ്യനൊന്നുമല്ല കേട്ടോ. लेकिन मैं उसका योग्य नहीं हूं. आमीन. യാക്കോബ് അതിന് യോഗ്യനൊന്നുമല്ല. याकूब उसका योग्य नहीं है. ദൈവം സൃഷ്ടിച്ചു യാക്കോബിനെ. परमेश्वर ने याकूब അമ്മയുടെ को रचना किया. ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ, माँ के खोख में ശിശു നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ बच्चा अच्छा है या बुरा जानने से पहले ദൈവത്തിന്റെ പർപ്പസ് ദൈവം വെളിപ്പെടുത്തി. परमेश्वर की योजना परमेश्वर ने प्रकट എന്താ किया. വെളിപ്പെടുത്തിയത്? क्या प्रकट किया? ഇവൻ മൂത്തവൻ, ഹല്ലേലൂയ, ഇളയവനെ സേവിക്കത്തക്കവണ്ണം ഇവനൊരു മഹാജാതിയാകുന്നവന്. कि ഹല്ലേലൂയ. बड़ा जो है छोटे का सेवा करने का समान एक बड़ा ഒരു जाति വലിയ बनेगा. നേഷന്റെ പ്ലാൻ ഇവനെ കുറിച്ചുണ്ട്. इसके ऊपर एक बहुत बड़ा देश का योजना है. പക്ഷെ യാക്കോബ് അതിന് യോഗ്യനാണോ? क्या याकूब उसका योग्य है? യോഗ്യനാണോ? അല്ല. योग्य है? അല്ല. नहीं. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ്, सो सेकंड स्टेज, ഇസ്രായേലേ, इस्राएल, ഞാൻ നിന്നെ ഫോം ചെയ്തു. मैंने तेरा रचना किया. आमीन. അമ്മയുടെ ഗർഭത്തിൽ യാക്കോബ് माँ के खोख में याकूब കുറെ വർഷങ്ങൾക്ക് ശേഷം, बहुत साल के बाद, ഫോർമേഷൻ പൂർത്തിയായ ശേഷം उसका रचना पूरा ഒരു होने के പുതിയ बाद പേര് വിളിച്ചു. एक नया नाम दिया, ഇസ്രായേൽ. इस्राएल. യാക്കോബ്
യാക്കോബ് എന്റെ പർപ്പസിന് യോഗ്യനല്ല. याकूब जो है मेरा पर्पस का योग्य नहीं है. യാക്കോബ് വെറും റോ മെറ്റീരിയൽ ആണ്. याकूब केवल रॉ मटेरियल है. ഇസ്രായേൽ ഡെവലപ്ഡ് ആണ്. लेकिन ഹല്ലേലൂയ. इस्राएल जो है डेवलप्ड है. आमीन. ഫോം ചെയ്തു കഴിഞ്ഞു. ये इस्राएल को रचना किया है. ഇതാ ഈ രണ്ട് പദത്തിന്റെ വ്യത്യാസം. ये है दोनों पद का अर्थ. യാക്കോബിനെ സൃഷ്ടിച്ചു, याकूब को सृष्टि किया, പർപ്പസോട് സൃഷ്ടിച്ചു. एक योजना के साथ बनाया. യാക്കോബിൽ നിന്ന് लेकिन याकूब से ഇസ്രായേലിലേക്ക് എത്തിക്കുവാൻ, इस्राएल तक बनाने के लिए, കേൾക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? യാക്കോബിൽ നിന്ന് याकूब से അവനെ ഫോം ചെയ്ത്, उसको रचना करके, അവനെ രൂപകൽപ്പന ചെയ്ത്, उसका रूप देख के, ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റാൻ, कि परमेश्वर उपयोग कर पाए वैसे एक व्यक्तित्व बनाने के लिए ഒത്തിരി ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടു. बहुत सारे अनुभव से परमेश्वर ने ले गया. ആ അനുഭവങ്ങളില്ലെങ്കിൽ अगर वो अनुभव नहीं होता, യാക്കോബ് പഴയ യാക്കോബായിട്ട് ജീവിക്കും. याकूब पुराना याकूब बन के जीता. ദൈവത്തിന്റെ പർപ്പസ് നടക്കത്തില്ല. परमेश्वर की योजना नहीं होता. ദൈവത്തിന്റെ പർപ്പസ് നടക്കണമെങ്കിൽ परमेश्वर की योजना होना है तो യാക്കോബിനെ പൂർണ്ണമായിട്ടും മാറ്റണം. याकूब को पूरी तरह से बदलना है. യാക്കോബിനുണ്ടായ മാറ്റം ഭയങ്കരമാണ് കേട്ടോ. याकूब का जो बदलावट बहुत ഞാൻ अलग എപ്പോഴും है. പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, मैं हमेशा प्रचार करते समय में कहता है ജെനറ്റിക്സിനെ വരെ മാറ്റാൻ പറ്റുമെന്ന്. परमेश्वर ये तो जेनेटिक्स भी बदल ഞാൻ सकता है. വിശ്വസിക്കുന്ന वो കൂട്ടത്തിൽ मैं विश्वास करता हूँ. ജെനറ്റിക്കൽ ഘടന വേണമെങ്കിൽ ദൈവത്തിന് മാറ്റാൻ जेनेटिक प्रॉब्लम को भी परमेश्वर बदल सकता है. യാക്കോബിന്റെ അനുഭവമാണ്. याकूब का अनुभव है ജന്മന ഉപായിയാ കേട്ടോ. कि वो जन्म से ही धोखेबाज है, ജനിക്കുന്നതിന് മുമ്പേ ജ്യേഷ്ഠന്റെ കുതുകാൽ പിടിച്ചവൻ അല്ലേ? कि वो जन्म से पहले भाई का पैर को पकड़ा है, ജന്മന ഉപായിയാണ് യാക്കോബ്. कि जन्म से वो बहुत चतुर है. ആരംഭകാലം എല്ലാം നോക്കിയാൽ उसका आरंभ के समय देखिए ചെയ്തതെല്ലാം സൂത്രപ്പണിയാണ്. कि सब कुछ चालाकी से किया. ഭയങ്കര ബുദ്ധിമാനാ. बहुत बुद्धि है, ചെയ്തത് മുഴുവൻ സൂത്രപ്പണി. वो सारा काम चालाकी से किया. യാക്കോബ് എന്ന പേര് വരെ ഇട്ടത്. नाम तक याकूब डाला ഉപായി എന്ന പേരിന്റെ അർത്ഥം. कि धोखेबाज. അങ്ങനെ ആരെങ്കിലും പേരിടുമോ? ऐसे कोई नाम डालेगा? ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന് യാക്കോബിനെ അല്ല വേണ്ടത്. लेकिन परमेश्वर को याकूब नहीं चाहिए. आमीन. ദൈവത്തിന് ഇസ്രായേലിനെ വേണ്ടത്. परमेश्वर को इस्राएल चाहिए. ഇസ്രായേൽ വലിയൊരു അനുഭവമാണ്. इस्राएल बहुत बड़ा एक अनुभव है. ഹല്ലേലൂയ. വലിയ ഒരു സമർപ്പണമാണ്. वो बहुत बड़ा एक समर्पण है. യേശു കർത്താവ് ഒരിക്കൽ ഒരുവനെ കണ്ടിട്ടുണ്ട്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ എന്ന് പറഞ്ഞു. कि एक व्यक्ति को देखिए परमेश्वर ने यीशु मसीह ने बोला साक्षात इस्राएल का लक्षण हकीकत में होता। इस्राएल है. സാക്ഷാൽ ഇസ്രായേലിലെ ലക്ഷണം. हकीकत में इस्राएल का लक्षण क्या है? അടുത്ത വാക്യം യേശു എന്താ പറഞ്ഞത്? ഇവനിൽ അതാ സാക്ഷാൽ ഇസ്രായേലിലെ ലക്ഷണം. इसमें कोई कपट नहीं है. യാക്കോബിന്റെ അകത്ത് മുഴുവൻ കപടമാണ്. याकूब के अंदर पूरा कपट है. യാക്കോബ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്ലാൻ ചെയ്ത് ഉപായം പ്രയോഗിക്കുന്നവനാ. कि याकूब हर एक चीज में योजना लगाने वाला പക്ഷേ है. ഇസ്രായേൽ അങ്ങനെ ആരെന്ന് അറിയാമോ? इस्राएल कैसा है? എനിക്ക് പിന്നീട് ഈ ഇസ്രായേലിനെ കുറിച്ച് കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അയ്യോ ഇത്ര കളിപ്പീര് പറ്റുന്ന ഒരു അപ്പച്ചനായിട്ട് ഇയാൾ മാറിയല്ലോ എന്ന്. कि ഹല്ലേലൂയ. उसके बाद मुझे इस प्रकार लगता है वो इतना बोलते ना कि धोखे में आने वाला व्यक्ति बन പണ്ട് गया. ഇദ്ദേഹം കളിപ്പീരിന്റെ ആശാനായിരുന്നു. पहले धोखेबाज था. ചേട്ടനെ കളിപ്പിച്ചു, भाई को धोखा दिया, അപ്പനെ കളിപ്പിച്ചു, पिता को धोखा दिया, അമ്മായിപ്പനെ കളിപ്പിച്ചു, कि सास ससुर को धोखा दिया. ചെന്നിടത്തൊക്കെ കളിപ്പീരിന്റെ ആശാനായിരുന്നു. जहां भी गया वहां सब उसने चतुराई किया. പക്ഷേ ഇപ്പം लेकिन अब ഈ മക്കളെല്ലാം കൂടെ വന്നിട്ട് ഒരു ഉടുപ്പ് കാണിച്ചിട്ട് കരയുക. और बच्चे लोग सब आके वस्त्र दिखा कपड़ा दिखा के रो रहे हैं. അപ്പാ पिता ഇതൊന്ന് നോക്കിക്കേ, ये जरा देखो, നിന്റെ ഇളയ മോന്റെ ജോസഫിന്റെ ഡ്രസ് ആണോ ഇത്? ये तेरा छोटे बेटा यूसुफ का ड्रेस है क्या? അപ്പനും കൂടി എടുത്ത് കരഞ്ഞു. और पिता भी साथ में रोया. മക്കളുടെ കളിപ്പീര് മനസ്സിലായില്ല. बच्चों का धोखेबाजी समझा नहीं. മക്കളുടെ കളിപ്പീര് बच्चों का ഞാൻ धोखेबाजी. ഓർത്തു, കർത്താവ് ഈ യാക്കോബിന് എന്താ പറ്റിയത്? मैं सोचा परमेश्वर याकूब को ആ, क्या എടോ, हुआ? ഇത് പഴയ യാക്കോബ് അല്ല, ये पुराना याकूब ഇത് नहीं है. ദൈവം തൊട്ട യാക്കോബാ. मैंने याकूब परमेश्वर छुआ हुआ याकूब ഇത് है. മാറിയ യാക്കോബാ. ये बदला हुआ याकूब ഇത് है. ഇസ്രായേലാ. ये इस्राएल ഇവനിൽ है. കപടമൊട്ടുമില്ല. इसके अंदर कपट कुछ भी नहीं ഇവന് है. സൂത്രപ്പണിയൊന്നും അറിയത്തില്ല. इसको कोई चालाकी नहीं ഇവൻ पता. നേരെ വാ നേരെ പോന്നുള്ള ഇസ്രായേലാ. ये सीधे हाथ सीधे जाने वाले ഇപ്പോഴോ इस्राएल है. യാക്കോബേ, अभी जो याकूब നിന്നെ സൃഷ്ടിച്ചവൻ, तेरा ഒരു साजनहार, ഉദ്ദേശത്തോട് സൃഷ്ടിച്ചവൻ, तेरा साजनहार, ഇപ്പോഴോ യാക്കോബേ अभी याकूब നിന്നെ പണിതോണ്ടിരിക്കുക. तुझे बना ആ रहा है. പഴയ വ്യക്തിയിൽ നിന്ന് वो पुराना व्यक्ति से കപടമില്ലാത്ത कि बिना कपट का വിശുദ്ധനായ पवित्र കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ യോഗ്യനായ परमेश्वर के हाथों में इस्तेमाल हो सके ഒരു വ്യക്തിയായി ദൈവം നിന്നെ പണിതോണ്ടിരിക്കുക. एक व्यक्ति बना रहा है परमेश्वर तुझे. പകൽക്കാലം ഈ വചനം കേൾക്കുന്നു. कितने लोग ये वचन आज सुन रहे हैं നിങ്ങളെ ദൈവം ഫോർമേറ്റ് ചെയ്തോണ്ടിരിക്കുക. कि परमेश्वर आपका रचना कर I रहा think है. it took long 60 years. 60 വർഷങ്ങൾ 60 साल ആ ഫോർമേഷന് വേണ്ടി എടുത്തു.
उस बनाने के लिए लगा, ജീവിതാനുഭവങ്ങൾ ഒത്തിരി അനുഭവിച്ചു. बहुत सारे जीवन का अनुभव हुआ, ഓരോ അനുഭവങ്ങളിലും हर एक अनुभव, യാക്കോബിനെ ദൈവം തൊട്ടോണ്ടിരിക്കുകയായിരുന്നു. हर एक अनुभव में परमेश्वर याकूब को ലാബാന്റെ छू വീട്ടിൽ रहा था। നിന്ന് യാക്കോബ് പഠിച്ച ഏറ്റവും വലിയ പാഠം, यामान के घर से याकूब ने पढ़ा पहला सीख കളിപ്പീരിന് തിരിച്ച് കളിപ്പീര് കിട്ടും. कि धोखेबाजी का फिर से धोखेबाजी मिलेगा। അങ്ങനാണോ? है कि नहीं? നമ്മൾ ആരെങ്കിലും കളിപ്പിച്ചാൽ अगर हम किसी को धोखा देगा, 101% കളിപ്പീര് കിട്ടും. हमें भी धोखा मिलेगा। ഹല്ലേലൂയ. അല്ലേ? ഉറപ്പാ. ഇത് മലയാളത്തിലൊക്കെ ഒത്തിരി നല്ല പഴഞ്ചൊല്ലുണ്ട്. मलयालम ऐसे कहते हैं। നമ്മൾ ആരെങ്കിലും അത് നമ്മൾ പറയാൻ പോകുന്നില്ല, കാരണം അത് ഇപ്പോൾ ഓരോ ജാതിയുടെ ഒക്കെ പേരായിട്ട് പണ്ടത്തെ കാലത്ത് ഇതൊക്കെ പറയണം, ഇന്ന് പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും ഒക്കെ നമ്മളെ കളിപ്പിക്കും. ऐसे कहते हैं शेर को शवा शेर मिलते हैं, ഈ യാക്കോബിന്റെ ജീവിതാനുഭവം സത്യം കേട്ടോ. कि याकूब का अनुभव ऐसा है പണ്ട് അപ്പൻ കണ്ണുപൊട്ടനായിരുന്നപ്പം कि जब पिता को दिखने कम था, ചേട്ടന്റെ ഉടുപ്പ് ഇട്ടോട്ട് പോയി പുള്ളി അപ്പനെ കളിപ്പിച്ചു. कि भाई का वस्त्र पहन के बाप को पिता को फंसाया। ഇപ്പം കണ്ണ് കാണുന്ന യാക്കോബിന്റെ മുമ്പില് अभी जो देख सकते हैं वैसे മക്കള് याकूब ने വന്നിട്ട് ഒരു ഉടുപ്പ് കാണിച്ചു. बच्चे आके एक वस्त्र बताया। എവിടെങ്കിലും കൊടുത്താൽ എന്ത് ചെയ്യും? എവിടെങ്കിലും കിട്ടും തിരിച്ച്. മറന്നു പോകരുത്. अगर धोखे देगा तो हमें धोखा मिलेगा। ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? അപ്പൊ യാക്കോബിനെ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? तो याकूब को ലാബാന്റെ വീട്ടിലോട്ട് വിട്ടു. लाबान के घर पे അവിടെ भेजा। യാക്കോബ് പഠിച്ച ഒരു പാഠം, वहाँ याकूब ने सीखा കൊടുത്താൽ പത്തനാറാമിൽ കിട്ടുമെന്ന്. कि अगर देगा तो पद्महाराम में मिलेगा। നമ്മുടെ വേദപുസ്തക പ്രകാരമുള്ള ഒരു പഴഞ്ചൊല്ല കേട്ടോ. वचन की सबसे कहा കേരളത്തിൽ പറയും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയും. आमेन हालेलुया। കൊല്ലംകാര് പണങ്ങല്ലേ? കൊല്ലംകാര് തിരിച്ചു പണി കൊടുക്കാൻ നല്ല മിടുക്കരായോണ്ടായിരിക്കാം പാട്ട് അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടായത്, എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ കേരളത്തിൽ പറയും കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഞാൻ പറയുന്നത് കൊടുത്താൽ പത്തനാറാമിലും കിട്ടും കേട്ടോ. मैं कहता कि शेर को शवा शेर मिलते, लेकिन मैं कहता हूँ कि अगर देगा तो पद्महाराम में भी मिलेगा। യാക്കോബിനെ കിട്ടിയത്, याकूब को मिला। യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി, याकूब को एक बात അവനെ पता, കാട്ടിലും വലിയ കളിപ്പീരുകാർ ഈ ലോകത്തുണ്ട്. उससे भी बड़ा धोखेबाज इस दुनिया में है। അവിടുന്ന് പാഠം പഠിച്ചു, वहां से वो सीखा, തിരിച്ചോടുക. भाग लौट के। അങ്ങനെ ഓടുന്ന ഓട്ടത്തിൽ ऐसे भागने वाले दौड़ में ദൈവം കറക്റ്റ് പോയിന്റിൽ परमेश्वर सही ഒരു जगह पे ഏശാവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി. एक ऐशा को उठा कर എന്തിനു रखा। വേണ്ടിയാണെന്നറിയോ? क्यों? ഇടയ്ക്ക് വെച്ച് ദൈവത്തിന് ഇവനെ ഒന്ന് ശരിക്ക് തൊടണം. बीच में उसको परमेश्वर को एक बात छूना है। ഈ हमें 20 വർഷം ഏശാവ് അവന്റെ അകത്തുള്ള പകയ്ക്ക് വെള്ളം കൊടുത്ത് അതിന് എണ്ണ ഒഴിച്ച് അതിനെ ഇങ്ങനെ വളർത്തിയതിന്റെ കാരണം എന്താണെന്നറിയാം? ये इतने साल ऐशा जो बोलते उसके गुस्से को बढ़ाने का कारण क्या है? അല്ലല്ല, യാക്കോബേ നിന്നെ തൊടാൻ വേണ്ടിയാണ്. याकूब तुझे छूने के लिए। നിങ്ങൾക്കറിയാമോ, യാബോക്കിന്റെ കടലിൽ വെച്ച് ദൈവം അവനെ തൊട്ടു. याकूब के जगह पे परमेश्वर से छुआ। ഒറ്റ തൊടലുകൊണ്ട് एक बार छूने से ജെനറ്റിക്സ് മാറി. उसका जेनेटिक पूरा बदल അവന്റെ गया। ജെനറ്റിക്സിൽ ഇന്ന് വരെ ഉള്ളത് എന്താണെന്നറിയാം? उसके जेनेटिक में आज तक क्या था? അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഉപായിയാണ്. कि माँ के कोख से चतुर ഇതെന്റെ था। സ്വഭാവത്തിന്റെ ഭാഗമാണെന്ന യാക്കോബ് പറയുന്നത്. याकूब बोलते हैं मेरा स्वभाव है। യാക്കോബ് പറയുന്നത്, പാസ്റ്ററെ എനിക്കിത് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്വഭാവം എന്നാ പറയുന്നത്. याकूब बोलते मुझे बदलना तो है पासवान, लेकिन वो मेरा कुटुंब का आदत എന്റെ है। അപ്പൻ അങ്ങനെ ആയിരുന്നു, എന്റെ വല്യപ്പൻ അങ്ങനെ ആയിരുന്നു, हम कहते हैं मेरा पिता वैसा था, मेरा दादा ऐसा था। ഇതേ സ്വഭാവമായിരുന്നു. उन सबको यही आदत ഇതെന്റെ था। ജെനറ്റിക്സിന്റെ ഭാഗമാണ്. ये मेरे जेनेटिक का इश्यू ഇത് है। യാക്കോബിന്റെ ജെനറ്റിക്സിന്റെ ഭാഗമാണ്. ये याकूब का जेनेटिक का इश्यू है ജന്മന ഉപായി. कि जन्म से പക്ഷെ चतुर। ദൈവം ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ, लेकिन जब परमेश्वर ने छुआ, ആരെങ്കിലും കളിപ്പിച്ചാൽ പോലും അറിയാത്ത ഒരു കപടമില്ലാത്ത ഇസ്രായേലായിട്ട് അവൻ മാറി. कोई धोखा देगा तो भी नहीं समझने वाला, बिना खपट वाला एक इसराइल ദൈവം बना। നിങ്ങളിൽ ചിലരെ പണിതുകൊണ്ടിരിക്കുന്നു. आमीन। परमेश्वर आप में से कुछ लोग को बना For रहा his है purpose. उसका पद्धति के लिए। നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു പർപ്പസ്, ആ ഒരു ലക്ഷ്യം എയിം തെറ്റാതിരിക്കണമെങ്കിൽ, कि आपका जो जीवन का जो पर्पस है, जो वो निशाना है, उस निशाने से ना चूकने के लिए കർത്താവിനെ പിൻപറ്റുക. परमेश्वर का पीछा हो, അവന്റെ കരങ്ങളിൽ പണിയപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുക. उसके हाथों में बनाने के लिए तैयार हो। ദൈവം നിങ്ങളെ പണിയാൻ ആഗ്രഹിക്കുമ്പോൾ जब परमेश्वर आपको बनाना चाहता है, വിഘടിക്കാതെ, മത്സരിക്കാതെ, बिना लड़े, ഹല്ലേലൂയ, ബൽവാ ना करना है. बलवा ना जब करना। परमेश्वर आपको बनाने के लिए कोशिश करेगा, ദൈവം നമ്മളെ പണിയാൻ നോക്കുമ്പോൾ बलवा ना करना है. നമ്മൾക്ക് മത്സരിക്കില്ലേ? एक कुम्हार का हाथ में मिट्टी के समान सौंप दीजिए. ഒരു കുമാരന്റെ കയ്യിൽ മണ്ണിനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുക। പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചിലരെ നോക്കി പറയുന്നു, आज आप में से कुछ लोगों को परमेश्वर की आत्मा देख के कहता है ചിലരെ പണിയാൻ ആഗ്രഹിക്കും, कि परमेश्वर कुछ लोगों को बनाना चाहता ചിലരെ है, ഫോം ചെയ്യാൻ ആഗ്രഹിക്കും. कुछ लोगों को निर्माण करना चाहता है, നിങ്ങളെ കുറിച്ച് ഒരു വിളിയുണ്ട്. क्योंकि आपके ऊपर एक बुलावट है। You are chosen
for a special purpose. आपको एक योजना से बुलाया है। യേശയ്യാവ് 43 ആദ്യത്തെ വാക്യങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. एशिया 43 के पहला आयत वो हमें सिखाता है। ഹല്ലേലൂയ. ഇപ്പോഴോ യാക്കോബേ, अभी याकूब, നീ പാപം ചെയ്തു, നീ തെറ്റിപ്പോയി, പക്ഷേ तू पाप किया, तू फिसल गया, लेकिन അതെല്ലാം ഞാൻ ക്ഷമിച്ചിട്ട് उस सब में भूल के നിന്നെ എന്റെ പർപ്പസിലേക്ക് ഞാൻ അടുപ്പിക്കാൻ പോകും. तुझे मैं अपने योजना में और ഈ पहुंचाएगा। വചനത്തിന് മുമ്പിൽ എത്ര പേർ സമർപ്പിക്കും? ये वचन के सामने कितना लोग समर्पण Heaven want करेंगे? to bring you closer to God's purpose in your life. मैं आपको परमेश्वर की योजना के और करीब लाना चाहता हूँ। കർത്താവ് നിങ്ങളെ അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. परमेश्वर आपको करीब लाना चाहता है। ദൈവിക പദ്ധതിയിലേക്ക്. परमेश्वर योजना में Created with a purpose. आप एक योजना के साथ बनाया है। പ്രോസസ്സ് നടക്കുക. अभी प्रोसेस चल रहे हैं। നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? आपके जीवन में क्या हो रहा है? ഒരു പ്രോസസ്സ് നടക്കുക. एक प्रोसेस चल रहा है। പഴയ യാക്കോബിൽ നിന്ന് पहले पुराना याकूब से കപടമറിയാത്തൊരു ഇസ്രായേലിലേക്ക് कि बिना कपट जानने वाले നിന്നെ इस्राएल की ओर രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രോസസ്സ് നടക്കുക. तुझे रूपांतर करने वाला एक प्रोसेस चल रहा है। ഹല്ലേലൂയ. അതുകൊണ്ട് യാക്കോബേ, इसके लिए याकूब, ഇനി ഒരു ദൂതൂടെ ഞാൻ പറയാം. मैं अभी और एक वाणी कहता നിന്നെ हूँ। കുറിച്ചൊരു പർപ്പസ് ഉള്ളത് കൊണ്ട്, तेरे बारे में एक योजना है इसके लिए। നിന്നെ ഞാൻ ഫോം ചെയ്തതായതുകൊണ്ട്, तुझे मैंने रचना किया इसके लिए। നിന്നെ ഞാൻ നഷ്ടപ്പെടാൻ സമ്മതിക്കത്തില്ല. तुझे मैं नष्ट होने नहीं देगा। मैं ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. मैं पास बार हमेशा प्रार्थना करना और विश्वास करने वाली एक बात है എന്നെ ഫോം ചെയ്യാൻ ഒത്തിരി സമയം എടുത്തു കർത്താവ്. कि परमेश्वर को उन्हें बनाने के लिए എത്ര बहुत ദിവസം, समय എത്ര लिया, വർഷം എടുത്തല്ലേ? बहुत साल लिया। ഞാൻ എപ്പോഴും പറയും, കർത്താവേ, मैं हमेशा कहता हूं, ഇത്രയും परमेश्वर മെനക്കെട്ട് എന്നെ പണിതിട്ട്, इतना मुश्किल से मुझे बनाने के ഇത്രയും बाद, കർത്താവ് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, इतना उसने इन्वेस्ट करके, കർത്താവ് ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് परमेश्वर इतना इन्वेस्ट करके ഞാൻ ലക്ഷ്യം തെറ്റിപ്പോകാൻ സമ്മതിക്കില്ല കേട്ടോ. मैं लक्ष्य ना भटक അത് जाऊं, ദൈവത്തിന് വലിയ നഷ്ടമാ. वो परमेश्वर को बहुत नुकसान ഈ है। കഴിഞ്ഞ ദിവസം ജോസ് മാത്യു പാസ്റ്റർ ആ ഫ്യൂണറലിന് ഞാൻ ഒരു വചനം പറഞ്ഞു. कि जोसेफ मैथ्यू पास्टर का फ्यूनरल में एक वचन पास्टर ने बोला, പക്ഷെ ഞാൻ പിന്നെ നോക്കിയപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ആ ഭാഗം കട്ടായി പോയി. അതുകൊണ്ട് പലർക്കും കേൾക്കാൻ പറ്റിയില്ല. कि बहुत सारे लोग वो वीडियो में कट होने की वजह से बहुत सारे लोग नहीं सुन पाए। 116 സങ്കീർത്തനത്തിന്റെ 15 വാക്യമാണ്. भजन संहिता 16 का 15 തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. अपने भक्तों की मृत्यु परमेश्वर के लिए बड़ा है। ഈ വചനത്തിന്റെ അർത്ഥം ये वचन का अर्थ ഞാൻ ഇന്ന് വരെ ചിന്തിച്ചിരുന്നതല്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. आज तक जो मैंने सोचा वैसा नहीं करके मुझे अब मालूम पड़ा। ഒരു ദേവദാസൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, एक परमेश्वर दास ने इस प्रकार बोला, ഇനി ആ വചനത്തിന്റെ അർത്ഥം അതല്ല, വേറെയാണ്. बोला कि फिर वो वचन का अर्थ वो नहीं दूसरा है। ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോൾ वो जो मैंने सीखा ഭയങ്കര റെവലേഷൻ ആയിരുന്നു. वो बहुत बड़ा रेवलेशन था। ചിന്തിച്ചെന്താണെന്നറിയോ? आज तक मैंने क्या सोचा था നമ്മൾ ഭക്തന്മാർ മരിക്കുമ്പോൾ ദൈവത്തിന് വലിയ സന്തോഷമാണ്. कि हम जब भक्त मरते हैं तो परमेश्वर को बहुत आनंद ഞാൻ है। ചിന്തിച്ചിരുന്നത് ये मैंने सुना, പക്ഷെ അങ്ങനെ ആയിരിക്കാം ചിന്തിച്ചത്. आप भी ऐसा सोचा होगा। അങ്ങനല്ല വാക്യത്തിന്റെ അർത്ഥം. ऐसा नहीं है। ചില ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് कुछ ट्रांसलेशन में कहा है ദൈവത്തിന്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് കോസ്റ്റ്ലി ആണെന്ന്. कि उसमें इस प्रकार लिखा है कि ഭയങ്കര വില കൂടുതലാണ്, കോസ്റ്റ്ലിയാ. कि यहोवा के भक्तों की मृत्यु परमेश्वर के लिए बहुत कीमती है। എഴുതിയിരിക്കുന്നത് एक ट्रांसलेशन में लिखा है, ട്രാൻസ്ലേഷൻ അങ്ങനെ ഒരു ബൈബിൾ ഉണ്ട്, ഗുഡ് ന്യൂസ് ट्रांसलेशन बोल के वचन है, उसमें लिखा है ഭക്തന്മാരുടെ മരണം ഇറ്റ് ഈസ് പെയിൻഫുൾ ടു ഗോഡ്. कि भक्तों का मृत्यु परमेश्वर के लिए दुख भरा है। നേരെ വിപരീത കൺസെപ്റ്റാ കേട്ടോ. एक दूसरी कॉन्सेप्ट है। എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ മരിക്കുമ്പോൾ एक भक्त जब मरता है ദൈവരാജ്യത്തിന് വലിയ നഷ്ടമാ. परमेश्वर के राज के लिए बहुत नुकसान है। ദൈവത്തിന് വലിയ നഷ്ടമാ. परमेश्वर को बहुत नुकसान है। Believe me. विश्वास करो। എന്താ കാരണം എന്നറിയാമോ? कारण क्या है? ഇവനെ പണിതെടുക്കാൻ, ഇവനെ ഫോം ചെയ്യാൻ എത്ര വർഷം എടുത്തെന്നറിയാമോ? इसको बनाने के लिए, इसको निर्माण करने के लिए कितने साल लगा। യാക്കോബിനെ ഈ ലാബാന്റെ യൂണിവേഴ്സിറ്റിയിൽ അയച്ച് ഇത്രയും പഠിപ്പിച്ചെടുത്തിട്ട്, ഹല്ലേലൂയ, याकूब को लाबान का यूनिवर्सिटी में भेज कितना सिखाने के बाद, ലാബാൻ വൈസ് ചാൻസലർ ആയിരുന്നെങ്കിൽ മക്കളൊക്കെ നല്ല ഒന്നൊന്നര പ്രൊഫസേഴ്സ് ആയിരുന്നു. अगर लाबान अगर वाइस चांसलर तो बच्चे सब प्रोफेसर्स थे। ലാബാന്റെ മക്കൾ ആരും മോശമല്ലായിരുന്നു. लाबान के बच्चे कोई कम नहीं थे। ഇടയ്ക്ക് യാക്കോബ് വീട്ടിൽ പറഞ്ഞ രഹസ്യം വേദോസത്തിൽ എഴുതിയിട്ടുണ്ട്. बीच में याकूब ने घर में बोला, रहस्य बच्चा में लिखा। യാക്കോബ് തന്റെ ഭാര്യമാരെ വിളിച്ചിട്ട് പറഞ്ഞു, याकूब ने पत्नियों से कहा, നിങ്ങളുടെ ആങ്ങളമാരുടെ മുഖം പഴയതുപോലെ ഒന്നും അല്ല കേട്ടോ. तुम्हारे बच्चों भाइयों का चेहरा पुराना जैसा नहीं है। യാക്കോബിനെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച പ്രൊഫസേഴ്സ് അവരൊക്കെ. कि परमेश्वर को ने उनको इस्तेमाल किया याकूब को बनाने के लिए। इतना सिखाने के बाद കൊണ്ട് കളയാൻ പറ്റുമോ? कि रास्ते में छोड़ सकते हैं क्या? ചാമ്പലാകാൻ സമ്മതിക്കുമോ? कि राख होने के लिए നദിക്ക് മുക്കിക്കളയാൻ പറ്റുമോ? जल को डुबा पाएगा क्या? പ്രിയമുള്ളവരെ, नहीं। ദൈവം നിങ്ങളെ ഒരു പർപ്പസിന് വേണ്ടി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, कि अगर परमेश्वर तुम्हें एक योजना के साथ बनाया है നീ तो നഷ്ടപ്പെടരുതെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു. तू नष्ट नहीं होना करके स्वर्ग चाहता है। God do not want to lose his investment in you.
कि परमेश्वर अपना जो निवेश है उसे खोना नहीं चाहता। God invested in you. परमेश्वर ने आप पे निवेश किया He है। invested. Hallelujah. ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്റെ പുത്രന്റെ രക്തം ഇൻവെസ്റ്റ് ചെയ്തതാ. परमेश्वर ने हमारे लिए उसके पुत्र का लहू को दिया है। Most precious thing. वो हम बहुत अनमोल है। Are you listening me? आप मुझे सुन रहे? സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് ഞാൻ പറയുക, കർത്താവ് തന്റെ ഓമനകുമാരനെ അയച്ച് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ मैं व्यक्तिगत तौर पे बोलता अगर परमेश्वर मेरे लिए अपने पुत्र को दे के निवेश किया तो, നിങ്ങളിൽ ഓരോരുത്തർക്ക് വേണ്ടി ചെയ്തെങ്കിൽ ये हम हर एक के लिए किया तो, കർത്താവ് പറയാ परमेश्वर कहता है ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആകട്ടോ, बहुत बड़ा निवेश है, വലിയ പ്രൊജക്റ്റ് ഓഫ് ഇനി बहुत बड़ा प्रोजेक्ट है रेनी। നിങ്ങളുടെ പേര് പറഞ്ഞാട്ടെ, आपका नाम कहो। ദൈവത്തിന്റെ വലിയ പ്രൊജക്റ്റാ, परमेश्वर बहुत बड़ा योजना है। ഇൻവെസ്റ്റ് ചെയ്തു, परमेश्वर ने बहुत निवेश किया, ഇൻവെസ്റ്റ് ചെയ്തു, बहुत निवेश किया। ഹല്ലേലൂയ. ചങ്കിലെ ചോര എനിക്കായിട്ട് ഊറ്റി നൽകി. उसका छाती से लहू मेरे लिए दिया God invested his time. I believe that. कि Hallelujah. परमेश्वर ने अपना समय दिया। ദൈവം എത്ര വർഷം ചെലവഴിച്ചെന്നറിയാമോ എന്നെ പണിയാൻ? परमेश्वर कितना साल निवेश किया मुझे बनाने के लिए, To form me into such a stage or such a form. Hallelujah. कि यहाँ तक लाने के लिए परमेश्वर कितना समय इन्वेस्ट किया। നിങ്ങൾ നിങ്ങളുടെ എല്ലാ ജീവിതത്തെ ദൈവം ഫോം ചെയ്തുകൊണ്ടിരിക്കും. बच्चे हम सबके जीवन को परमेश्वर बना रहे हैं। എന്നിട്ട് उसके बाद കർത്താവ് പറയാ, परमेश्वर कहता है ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ, मैं ये इजाजत नहीं दूंगा, യാക്കോബേ ഞാൻ സമ്മതിക്കത്തില്ല, याकूब मैं नहीं दूंगा, നദി നിന്നെ മുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, जल तुझे डुबाने नहीं दूंगा, എന്റെ ഇൻവെസ്റ്റ്മെന്റിനെ മുക്കിക്കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല. मेरा निवेश को डुबाने में नहीं Are you दूंगा। listening me? क्या आप मुझे सुन എന്റെ रहे हो? ഇൻവെസ്റ്റ്മെന്റിനെ മുക്കിക്കളയാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. मेरे निवेश को डुबाने में नहीं दूंगा, എന്റെ ഇൻവെസ്റ്റ്മെന്റിനെ ഫയർ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. मेरे निवेश को आग ले जाए वो मैं नहीं दूंगा। ഒരു സ്പെഷ്യൽ ഇൻഷുറൻസ് ആണെന്ന് കേട്ടോ, वो एक स्पेशल इंस्ट्रूमेंट है, ഇൻഷുറൻസ്. इंश्योरेंस है। ഇൻഷുറൻസ്, ഹല്ലേലൂയ. പുള്ളി ഇൻഷുറൻസ് കമ്പനിയുടെ എന്താ പറഞ്ഞ മാനേജറൊക്കെ, അപ്പൊ പിന്നെ ഇൻഷുറൻസ് ഒരു സ്പെഷ്യൽ ഇൻഷുറൻസാ. एक स्पेशल इंश्योरेंस है, ഫയർ ഇൻഷുറൻസ് ഉണ്ടല്ലേ, फायर इंश्योरेंस है, വാട്ടർ ഇൻഷുറൻസ് എന്താ അതിന് പറയുന്നത്, ഫയർ ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ വെള്ളം, വെള്ളത്തിനില്ല ഫ്ലഡ് ഉണ്ട്, നമ്മുടെ കാർ ഇൻഷുർ ചെയ്തപ്പോൾ ഞാൻ എന്നോട് പ്രത്യേകം പറഞ്ഞു വാട്ടർ ലോഗിങ്ങിന്റെയും വേണം എന്നല്ലയോ, इंजन प्रोटेक्टर, എഞ്ചിൻ പ്രൊട്ടക്ടർ. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് ഉണ്ട്. इंश्योरेंस है। കർത്താവ് പറയാ, परमेश्वर कहता है വലിയ ഇൻവെസ്റ്റ്മെന്റ് കേട്ടോ, बहुत बड़ा निवेश है। എത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അറിയാം. कितना बड़ा ഏതെങ്കിലും निवेश है। വെള്ളത്തിൽ, ഏതെങ്കിലും തിരമാലയിൽ, ഏതെങ്കിലും പാനിയിൽ മുങ്ങിപ്പോകാൻ വേണ്ടി വെച്ചിട്ടുള്ളതല്ല. कोई भी पानी में, कोई भी नदी में डूबने के लिए नहीं रखा है। ബ്രദറെ, भाई, ഏതെങ്കിലും തിരമാല നിനക്കെതിരെ വരുമ്പോൾ, जब कोई भी लहर तेरे विरुद्ध आता है, ഹല്ലേലൂയ, മുങ്ങിപ്പോകാൻ സമ്മതിക്കത്തില്ല. वो तुझे डूबने नहीं देगा। പ്രവാഹങ്ങൾ എനിക്ക് മീതെ വന്നു, ലഹറം മേരെ ഊപ്പർ സേ ആയാ. ഹല്ലേലൂയ. ദാവീദ് പറയുക സങ്കീർത്തനത്തിലെ, दावीद इस प्रकार कहते हैं भजन संहिता में, പ്രവാഹങ്ങൾ എന്റെ തലയ്ക്ക് മീതെ വന്നു. लहरें मेरे सिर के ऊपर से आया। പക്ഷെ എന്താ ദാവീദ് മുങ്ങിപ്പോകാത്തതിന് लेकिन കാരണം? दावीद तू डूबा क्यों नहीं? പ്രവാഹങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ വന്നിട്ടും, लहरें तेरे सिर पे से गया, ഹല്ലേലൂയ, എന്താ നീ മുങ്ങിപ്പോകാത്തതിന് क्यों तू डूबा കാരണം? नहीं? വളരെ സിമ്പിൾ. बहुत ही साधारण, നിന്നെ കുറിച്ചൊരു പർപ്പസോട് ദൈവം വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുകയാണ്. तेरे ऊपर बहुत बड़ा योजना के साथ परमेश्वर ने निवेश അഗ്നിജ്വാല किया നിന്നെ है। ദഹിപ്പിക്കത്തില്ലെന്ന്, अग्नि ज्वाला तुझे भस्म नहीं करेगा। ദൈവത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് നഷ്ടപ്പെടത്തില്ലെന്ന് परमेश्वर अपने निवेश को खोने नहीं देगा। ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. मैं बहुत बार कहा है, ഹല്ലേലൂയ. ഒരു മരം നട്ടു, एक वृक्ष डाला, വൃക്ഷം നട്ടു, एक अंजीर का वृक्ष रखा, ഹല്ലേലൂയ, ഫലം വന്നില്ല കേട്ടോ. उसमें फल नहीं आया, അപ്പൊ ചോദിച്ചു വെട്ടിക്കളയട്ടെ. बोला कि उसको काट देते हैं। അപ്പൊ എന്താ പറഞ്ഞത്? तब क्या कहा? ഒരു വർഷം കൂടെ നിൽക്കട്ടെ. और एक साल रुकने दे। എന്തുകൊണ്ട്? क्यों? കാരണം കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഈ അത്തിയിൽ നിന്ന് ഫലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. क्योंकि पिछले 10-15 साल से इस अंजीर से फल 15 के लिए वेट कर रहे വർഷം हैं ഇട്ട വളം പോവും അല്ലേ? कि 15 साल जो खाद डाला वो जाएगा। കഴിഞ്ഞ 48 വർഷമായിട്ട് ഫിന്നിക്ക് ദൈവം വളം ഇട്ടോണ്ടിരിക്കുക. पिछले 42 ईयर से रन्नी पे परमेश्वर खाद डाल रहा എത്ര है। വളം ഇട്ടെന്നറിയാം? कितना खाद डाला, കഴിഞ്ഞ 48 വർഷമായിട്ട് എത്ര വെള്ളം ഒഴിച്ചെന്നറിയാം? कितना पानी डाला। തമ്പുരാൻ പറയുന്നു,
परमेश्वर कहता है ഹാലലൂയ, വെട്ടിക്കളയണ്ട കേട്ടോ, काटना नहीं ഒരു है വർഷം കൊണ്ട് നിൽക്കട്ടെ. और एक साल दे। എന്തുകൊണ്ട് നിൽക്കട്ടെ? क्यों रुकना है? ഇനി വേറെ ഒരുത്തിനെ പണിയണമെങ്കിൽ പിന്നെ 48 വർഷം പണിയണം. अभी और किसी को अगर बनाना तो और इतना समय लगेगा। യവനെ പോലെ ഒരുത്തിനെ ഇനി ഫോം ചെയ്യണമെങ്കിൽ इसके जैसे और एक व्यक्ति को ഇനി बनाना അടുത്ത है तो 15 വർഷം പണിയണം. और 15 साल काम करना അതാണോ होगा। നല്ലത്? वो अच्छा है। ഈ 48 വർഷം പണിതവനെ അങ്ങ് നന്നാക്കുന്നതാണ് നല്ലത്. ये 38 साल जो बनाया उसको हेलो। सही करना है। ദൈവം ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ परमेश्वर इतना इन्वेस्ट करने के बाद ദൈവത്തിന്റെ ബിസിനസ്സിൽ ദൈവത്തിന് എന്താ തോന്നുന്നതെന്ന് അറിയാമോ? परमेश्वर के बिजनेस में परमेश्वर को क्या लगता है? യവനെ इसको ഇന്നലെ വരെ പാപം ചെയ്ത് कल तक जो पाप किया, ഞാൻ തള്ളിക്കളഞ്ഞവനെ जो मुझे ठुकराया था, യവനെ ഞാൻ ഉപയോഗിക്കാൻ പോകും. इसको मैं इस्तेमाल करूंगा। എത്ര പേർ കേൾക്കുന്നു? कितने लोग सुनता है? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റിയില്ലെങ്കിൽ आज तक अगर परमेश्वर के हाथों में आप इस्तेमाल नहीं हो पाया, വിശ്വസിച്ചോ? आप विश्वास करो। ഹല്ലേലൂയ. കഴിഞ്ഞ ദീർഘവർഷങ്ങളിലെ ഇൻവെസ്റ്റ്മെന്റ് ദൈവം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. इतने साल का निवेश परमेश्वर खोने नहीं देगा। മുങ്ങിപ്പോകുവാൻ, डूबने के लिए, ശാമ്പലാകുവാൻ कि राख होने के लिए ദൈവം സമ്മതിക്കത്തില്ല. परमेश्वर नहीं देगा। അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. अग्नि ज्वाला तुझे भस्म नहीं ഹല്ലേലൂയ. करेगा। ഞാൻ നിന്റെ രക്ഷകനാ. मैं तेरा उद्धार करता हूँ। ഞാൻ നിനക്ക് മറുവിലയായി കൂശിനെയും സെബയും മിസ്രൈമിനെയും ഒക്കെ നൽകാൻ പോകുകയാ. मैं तुझे उत्तर देने वाला हूँ। ഹല്ലേലൂയ. നിനക്ക് പകരമായി तेरे बदले में ഞാൻ മറ്റ് ജാതികളെ നൽകാൻ പോകുകയാ. दूसरे जातियों को दूंगा। രാവിലെ സർവീസിന്റെ തുടക്കത്തിൽ പറഞ്ഞു. सर्विस के आरंभ में कहा, യേശയ്യാവ് പണ്ട് എഴുതിയ വാക്യം. ये एशिया ने पहले लिखा हुआ है। ഇന്ന് എനിക്ക് മറുവിലയായി आज मेरे बदले में आमीन, മറ്റൊരുത്തനെ തരണം. हमें किसी और को नहीं देना है। എനിക്ക് മറുവിലയായി എന്റെ അയൽവക്കത്തുകാരനെ കൊടുക്കണ്ട. मेरे बदले में पड़ोसी को नहीं देना है। അത് आमीन। പണ്ടായിരുന്നു वो കേട്ടോ, पहले था, പഴയ वो നിയമത്തിലായിരുന്നു. पुराना नियम में था। പക്ഷേ ഇന്നുണ്ടല്ലോ, लेकिन आज എനിക്ക് മറുവിലയായി मेरे കാൽവരി बदले में ക്രൂശിൽ आमीन, തന്നെത്താൻ തന്നവൻ ഒരുവനുണ്ട്. आमीन। लेकिन आज नया नियम में मेरे बदले में काल्वरी क्रूस में अपने आप को उसने दिया। പകരം മരിച്ചവനുണ്ട്. मेरे बदले मरा ഞാൻ है, മരിക്കേണ്ടടുത്ത്, जहाँ मुझे मरना എന്റെ है, മേൽ ന്യായവിധിയുടെ വാൾ വീഴേണ്ടടുത്ത് जहाँ मुझ पे जजमेंट का तलवार गिरना അവന്റെ था, മേൽ വാൾ വീണെങ്കിൽ अगर उसके ऊपर गिरा तो, എനിക്ക് പകരം അവൻ മരിച്ചെങ്കിൽ अगर मेरे बदले में वो मरा तो ഹല്ലേലൂയ, ഒരനർത്ഥവും ഇനി എന്റെ മേൽ ഭവിക്കുകയില്ല. अभी कोई अनर्थ मुझे नहीं എല്ലാ होगा। ദൈവമക്കൾ വന്ന് എഴുന്നേറ്റ് നിന്നാ हर एक परमेश्वर बच्चे जब खड़े हो जाइए, സ്വീകരിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. हम जो स्वीकार करके प्रार्थना എല്ലാവരും करेंगे। shall we all stand in the presence of God? ഹർഷകേമനരം ശൽകമന. എത്ര പേർ പറയും? कितने लोग कहेंगे ദൈവം എന്നെ സൃഷ്ടിച്ചു, परमेश्वर ने मुझे सृष्टि किया, ദൈവം എന്നെ ഫോം ചെയ്തു उसने मुझे रचा ഒരു സ്പെഷ്യൽ പർപ്പസോടുകൂടെ. एक स्पेशल कारण से, അത് ദൈവം എന്നിൽ പൂർത്തീകരിക്കും. वो परमेश्वर मुझे पूरा करेगा। आमीन, आमीन। ഒരു തീജ്വാലയും ഒരു വെള്ളവും എന്നെ മുക്കത്തില്ല. कोई पानी कोई अग्नि मुझे भस्म नहीं करेगा, മുക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. वो डुबाने नहीं देगा। കുരിൽ താഴ്വരക്കൂടെ കടക്കുമ്പോൾ ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല. तराई से भी मैं गुजरूं, मुझे कोई Can अनर्थ नहीं somebody होगा। say I will not fear any evil? क्या आप मुंह खोल के कह सकते हैं मैं कोई अनर्थ से डरेगा नहीं? ഹർഷകമന. എനിക്ക് ഭയമില്ല. मुझे भय नहीं है। ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. परमेश्वर मुझ पे एक उद्देश्य है രോഗത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. कि बीमारी से मैं नहीं डरता, മരണത്തെ പോലും ദൈവമക്കൾക്ക് ഭയമില്ലെന്നുള്ള. मृत्यु से भी परमेश्वर बच्चों को डरना नहीं है। എനിക്ക് ഭയമില്ല. मुझे डर नहीं है। ഹല്ലേലൂയ. യേശു എനിക്ക് പകരം മരിച്ചു. यीशु मेरे बदले में मरा। നാലാമത്തെ വാക്യം, चौथा आयत, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകുന്നു. तू मेरे लिए बहुमूल्य और अनोखा है। ഓ, കർത്താവ് പറയാ നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകുന്നു. परमेश्वर कहते हैं तू मेरे लिए बहुमूल्य है। താങ്ക് യു ഹോളി സ്പിരിറ്റ്. പിന്നെ പറയാ ഭയപ്പെടണ്ട, फिर कहते डरो मत, ഞാൻ നിന്നോട് കൂടെയുണ്ട്. मैं तेरे साथ हूँ। സഹോദര സഹോദരി, भाइयों बहनों, ദൈവത്തിലെ യേശു കൂടെയുണ്ട്. परमेश्वर यीशु हमारे साथ है। എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. सभी लोग अपने आंखों को बंद करें। ഹല്ലേലൂയ. ഇടയനെ പിൻപറ്റുവാൻ എത്ര പേർ, ഇടയനെ മാത്രം പിൻപറ്റുവാൻ എത്ര പേർ തയ്യാറാണ്? कि केवल चरवाह को पीछा होने के लिए कितने लोग तैयार हैं? അങ്ങനെ നിങ്ങൾ പിൻപറ്റിയാൽ अगर ऐसे पीछा करें, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. यदि हम इस प्रकार पीछे करें तो भलाई और आशीष हमारे जीवन पर पीछा करेगा। If the goodness and kindness of God is following you, कि परमेश्वर की भलाई और आशीष हमें पीछा करे, നിങ്ങളുടെ മുമ്പിലുള്ള അഗ്നിജ്വാലയ്ക്കോ തിരമാലകൾക്കോ നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. हमारे जो अग्नि ज्वाला है, जो लहरें वो हमें नाश नहीं कर सकते। ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. मैं ये परमेश्वर के भवन में जीवन भर रहेगा।
ദാവീദ് പറയുക, दावीद कहता है നന്മയും കരുണയും എന്നെ പിൻപറ്റും, कि भलाई आशीष मेरा पीछे ഞാൻ करेगा, യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. मैं परमेश्वर के मंदिर में रहेगा. ഇത് ദാവീദിന്റെ ഏറ്റവും വലിയ ഡിസൈർ ആയിരുന്നു. ये दावीद का बहुत बड़ा इच्छा था. എന്തായിരുന്നു ഡിസൈർ? क्या था इच्छा? 27 സങ്കീർത്തനത്തിൽ എഴുതി, वचन संहिता 27 में लिखा, എനിക്ക് ഒരു ആഗ്രഹമുണ്ടെന്ന്, मुझे एक इच्छा है, യഹോവയുടെ ആലയത്തിൽ വസിക്കണം. उसके भवन में रहना है. എന്തിനാ क्यों? എന്തിനാ क्यों? എന്തിനാ യഹോവയുടെ ആലയത്തിൽ വസിക്കേണ്ടത്? क्यों परमेश्वर के भवन में रहना है? കാരണം ദാവീദ് പറഞ്ഞു, कारण उसने कहा, എനിക്ക് അവന്റെ മനോഹരത്വം കാണണം. मुझे उसका भलाई देखना है, I want to see his beauty. मुझे उसकी खूबसूरती देखना है. ഞാൻ യഹോവയുടെ ആലയത്തിൽ പോയി ഇരിക്കുന്നത്, मैं परमेश्वर के मंदिर में इसके लिए बैठता हूँ. എനിക്ക് അവന്റെ മുഖം, അവന്റെ മനോഹരത്വം, അവന്റെ തേജസ്, അവന്റെ ഗ്ലോറി എനിക്ക് കാണണമെന്ന്. उसकी खूबसूरती, उसकी महिमा, उसका तेजस मुझे देखना है. നിങ്ങൾക്കറിയാമോ, क्या आपको पता है, ഈ കോരഹ് പുത്രന്മാര് एक कौरक संतान, കാവൽക്കാരൊക്കെ ആയിരുന്നു. वो लोग दरवाजे पे रखते थे, പഹ്റുവാ ലോക് पहरुआ थे. വാതിൽ കാവൽക്കാരൻ. അവര് പറഞ്ഞു തിരുനിവാസം എത്ര മനോഹരമെന്ന്. उन्होंने बोला कि तेरा वास कितना खूबसूरत है. ഈ പുറമേയുള്ള ബ്യൂട്ടി കണ്ടിട്ട് അവര് പറഞ്ഞത് കേട്ടോ. वो बाहर की खूबसूरती देख के कहा, തഹശു തോല് കൊണ്ടുണ്ടാക്കിയ തിരുനിവാസം, തഹശു തോൽ, that was a kind of leather. Hallelujah. एक चमड़ा से बनाया हुआ था, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. റെഡി बहुत ही खूबसूरत था. മെറൂൺ കളർ ആണെന്നൊക്കെയാ ചിലര് പറഞ്ഞത്. റെഡിഷ് ഒരു കളറാണ് ഈ തഹശു തോലിന്റെ കളർ. एक मरून कलर का कलर था, वो ഭയങ്കര ഡിസൈൻ ആണ്. बहुत ही अच्छा പക്ഷെ खूबसूरत ദാവീദ് था. പറഞ്ഞു, दावीद ने ഈ कहा, പുറമേയുള്ള തഹശു തോല് കണ്ടാ പോരാ, मुझे ये नहीं देखना है, I want to dwell in the presence of God. मुझे तेरे सन्निधि में आना है. There is a promise, dear child of God. एक वादा है परमेश्वर के बच्चों, If you follow the shepherd, अगर तू चरवाह का पीछा करेगा, goodness and mercy will follow you. कि भलाई और करुणा तेरे And पीछे you करेगा. are going to dwell in the presence of God for always. तू हमेशा अगर परमेश्वर सन्निधि में जाएंगे, You are going to dwell in the presence of God for always. अगर तू हमेशा परमेश्वर के सन्निधि में रहेंगे. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हैं? നിങ്ങൾ ദൈവ സന്നിധിയിൽ എപ്പോഴും ഇരിക്കുമെന്ന്. आप परमेश्वर सन्निधि में रहेंगे, ദൈവത്തിന്റെ മനോഹരത്വം, उसकी खूबसूरती, ദൈവത്തിന്റെ ബ്യൂട്ടി, उसकी खूबसूरती, ദൈവത്തിന്റെ തേജസ്. उसकी तेजस. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ദൈവമക്കളെ. सभी लोग प्रार्थना करें Can somebody say, Lord, this is my desire. कि क्या कोई कैसे परमेश्वर, Lord, मेरा this is इच्छा है, my desire. ये मेरा इच्छा है, I want to see your glory. मुझे तेरी महिमा देखना I है, want to be there in your presence in the tabernacle. कि मुझे तेरे सन्निधि में रहना है. ഹൽക്കെ മനശഖമന റംദനെ. യേശുവിന്റെ സംഗതി, യേശുവിന്റെ ഫെലോഷിപ്പ്, യേശുവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. यीशु का फेलोशिप, यीशु का सानिध्य നിങ്ങളുടെ കൂടെ എന്തും ഉണ്ടെങ്കിൽ, अगर आपके साथ हमेशा है, യേശു കൂടെ ഉണ്ടെങ്കിൽ, यीशु साथ में है, you will be leading a fearless life. आप बिना भय के जीवन യേശു जिएंगे. കൂടെ ഉണ്ട്, പേടിയുണ്ടോ? यीशु साथ में, तो डर है क्या? Fearless life. कि बिना डर के, Fearless life. 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 बिना डर के. Majana ram shakhamana. This is the promise about a fearless life. ये बिना डर का एक वादा है. Amane reshekeltele jelemam dunaram shelkene dalamam shekadkadale jalalam shelkere. കരങ്ങളെ അടിച്ച മുതുമാനരം ശൽക്കമന അജന്തനരം ശൽക്കമന. കരങ്ങളെ ശക്തമായി അടിച്ച the promise of a fearless life. एक वादा जो बिना भय का जीवन का. If you are dwelling in the presence of God, अगर आप परमेश्वर के सन्निधि में रहे, that presence, उसके सन्निधि, the glory, hallelujah, which is radiating from his face, उसके जो चेहरे से निकलने वाली that जो will महिमा, remove every fear from your वो heart. सारे भय को आपके हृदय से निकालेगा. Fearless life. तो बिना भय का डर. Christian life is fearless life. मसीह जीवन बिना डर का है. Christian life is fearless life. मसीह जीवन बिना डर का है. You are no more a slave. आप अभी एक दास नहीं हो. You are no more a slave. आप एक दास नहीं है. You are no more a slave of fear. आप दास का भय नहीं, The डर नहीं है. spirit which is dwelling inside you एक जो आत्मा आपके is the अंदर है, spirit of boldness, ये धैर्य का आत्मा a है. spirit of boldness, ये धैर्य का आत्मा है. spirit of courage. ये धैर्य का आत्मा. Manaram shakhamana, fearless life.
बिना डर का Oh, जीवन, child of God, परमेश्वर के बच्चों, how that fearless life, वो बिना भय वाला how जीवन, that fearless life, बिना भय वाला how जीवन, that fearless वो life. बिना भय का जीवन. Kena ramse, ajamal dalal shekele, tuba na shekene, dene ramse kene, jalte ledal thal shekele. If someone is having that fear in your heart, यदि किसी को वो डर है अपने हृदय में, നിങ്ങളിൽ ആരെങ്കിലും രോഗത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, अगर आप में से कोई भी बीमारी से डरता है, രോഗം വരുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, अगर कोई बीमारी से डरता है, പരിശുദ്ധാത്മ പറയുന്നു, पवित्र आत्मा कहता है, cast out that fear from your heart. आमीन, उस भय को बाहर निकालो. You are a child of God. अब परमेश्वर के संतान You are है, a child of God. अब परमेश्वर का संतान No है. fire can consume you. कोई भी अग्नि तुम्हें भस्म नहीं कर सकता, No water can drown you. कोई भी पानी तुम्हें डुबा नहीं You सकता. are a child of God. तुम एक परमेश्वर का Oh, संतान the है. waters of the world. Oh, the waters of the world. ये जो दुनिया के जो पानी है, Oh, hallelujah. संसार का कोई भी पानी तुझे डुबाने वाला नहीं है. कि ലോകത്തിലെ ഒരു വെള്ളവും നിന്നെ മുക്കിക്കളയത്തില്ല. शैतान का कोई भी अग्नि तुझे जलाने वाला नहीं है. ശത്രുവിന്റെ ഒരു തീയും നിന്നെ കത്തിക്കത്തില്ല. संसार का लहरों, എല്ലാ തിരമാലയും, हालेलुया, हट जाओ यीशु का नाम में. എല്ലാ യേശു ക്രിസ്തു നാമത്തിൽ മാറട്ടെ. फ्रीडम, और स्वतंत्रता, फ्रीडम, एक आजादी, फ्रीडम, एक आजादी, फ्रीडम फ्रॉम फियर, कि डर से आजादी, फ्रीडम फ्रॉम फियर, डर से आजादी, फ्रीडम फ्रॉम फियर, डर से आजादी, fearless life. ये बिना भय का जीवन. Oh, jevere jeze geshtele, jubanar shekene tele, atene shekene shekena, shekena, the visible glory of God. और जो परमेश्वर की महिमा जो है, Shekena, देखने वाला, shekena शकेना, is the visible glory of God. शकेना जो है परमेश्वर की महिमा If जो you देख are सकते हैं. dwelling in the presence of God, अगर आप परमेश्वर के करीब है, the Shekinah, वो उसके शकेना, the visible glory of God, जो देख सकते हैं वो महिमा, the glory is going to cover you. वो महिमा तुम्हें ढक लेगा. Adam and Eve, Adam and Eve, आदम और हव्वा, when they were in that garden, वो जब they गार्डन were में थे, covered with the Shekinah of God. वो शकेने से परमेश्वर की The महिमा से glory ढका of हुआ था. God. वो परमेश्वर की ढक्के से When बाहर, the glory left them, जब वो महिमा उन्हें छोड़ गया, fear came into their heart. वो डर उनके अंदर आया. But David is saying, वो शत्रु कहता है I will be dwelling in the presence of God, कि मैं परमेश्वर सन्निधि में रहेगा, so that I can see His beauty. कि दावीद कहते हैं कि मैं उसके सन्निधि में रहेगा ताकि You मैं know उसकी what महिमा is को the देखे. beauty of the King of Kings? कि आपको पता है उसकी खूबसूरती क्या है? What is the beauty of the King of Kings? कि आपको पता है राजाधि राजा का Oh, खूबसूरती it's क्या है? His Shekinah. उसका जो It's शकेना His है, glory. उसकी महिमा. Child, बच्चों, you are going to see the manifested Shekinah, manifested visible glory of God in your life. आप परमेश्वर का देखने वाला महिमा आप अपने जीवन में देखोगे. Child of God, परमेश्वर के बच्चों, let me repeat it. मैं फिर से कहता You हूँ, are going to witness the manifested visible glory of God in your life. आप आपके जीवन में परमेश्वर का प्रकट होने वाला Oh, जय महिमा को मां देखेंगे. शेखा आमीन. And that Shekinah will वो जो शकेना है, remove every fear from your वो heart. सारे भय को आपके दिल से निकालेंगे. Fearless life. एक बिना डर का जीवन, बिना बिना डर का डर का जीवन, जीवन, ഭയമില്ലാത്ത പേടിയില്ലാത്ത ജീവിതം, ഭയമില്ലാത്ത ജീവിതം, बिना डर का ദൈവ जीवन, സന്നിധിയിലുള്ള ജീവിതം, परमेश्वर सन्निधि में जो ദൈവ जीवन है, സാന്നിധ്യത്തിൽ ഭയമില്ല കേട്ടോ, परमेश्वर के सानिध्य में भय नहीं है. ഭയമില്ല കേട്ടോ. फिर वो वहाँ भय नहीं है. Child, experience His presence in your life. बच्चों, उसके अनुभव को आपके जीवन में अनुभव तालियां करो. बजा के प्रभु को धन्यवाद दे दीजिए. മുഖം കാൺമാൻ നാദായൻ നിന്നിഷ്ടം ചെയ്യാൻ എന്നും എൻ നിൻമുഖം കാൺമാൻ നാദായൻ ആശയാ നിന്നിഷ്ടം ചെയ്യുവാൻ എന്നും എൻ വാഞ്ച. Yes, Jesus,
എന്നുള്ളം മുഴുവൻ നിൻ സൗന്ദര്യം തേടുന്നു. ഓ എൻ കൺകൾ എന്നും നിന്നിൽ തന്നെ. കൂടെ ഞാൻ വന്നോട്ട് നിന്റെ സന്നിധിയിൽ നിന്നെ മുഖാമുഖം കാണുന്നു. ആയിരം പിരിയാൻ കഴിയുകയില്ല, പിരിയാൻ കഴിയുകയില്ല. നിൻ പരസ്പർശം പിതാവിൻ മഹത്വം നിൻ മുഖത്തിൽ അല്ലയോ. കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹ സന്നിധിയിൽ നിന്നെ മുഖാമുഖം. Yes, Jesus, let me have a face-to-face interaction with you, Lord. പിരിയാൻ കഴിയുകയില്ല, പിരിയാൻ കഴിയുകയില്ല, പിരിയാൻ പിരിയാൻ കഴിയുകയില്ല, പിരിയാൻ പിരിയാൻ കഴിയുകയില്ല. നിന്റെ സ്നേഹ കരസ്പർശം പിതാവിൻ മഹത്വം നിൻ മുഖത്തിൽ അല്ലയോ. പിതാവിൻ ഓ പിതാവിൻ മഹത്വം നിൻ മുഖത്തിൽ അല്ലയോ. യേശുവേ നിൻ കൺകൾ ഞാൻ ആയിടാം, നിൻ കാതുകൾ ഞാൻ ആയിടാം, നിൻ ഹൃദയമെന്നിൽ തീരട്ടെ, നിൻ ശബ്ദം എൻ ശബ്ദം ആയിടട്ടെ. യേശുവേ നിൻ കൺകൾ ഞാൻ ആയിടാം, നിൻ കാതുകൾ ഞാൻ ആയിടാം, നിൻ ഹൃദയം എന്നിൽ തീരട്ടെ, നിൻ ശബ്ദം എൻ ശബ്ദം ആയിടട്ടെ. യേശുവേ നിൻ കൺകൾ ഞാൻ ആയിടാം, നിൻ കാതുകൾ ഞാൻ ആയിടാം, നിൻ ഹൃദയം എന്നിൽ തീരട്ടെ, നിൻ ശബ്ദം എൻ ശബ്ദം आइडते यीशु मैं बनूं आंखें तेरी मैं बनूं तेरे कान मैं बनूं दिल तेरा मैं बनूं तेरी आवाज यीशु मैं बनूं आंखें तेरी मैं बनूं तेरे कान मैं बनूं दिल तेरा मैं बनूं तेरे यीशु यीशु मैं बनूं आंखें तेरी मैं बनूं तेरे कान मैं बनूं दिल तेरा मैं बनूं तेरे का क्या मैं अब आ जाऊं प्यार की गहराई में जादू और है आमने सामने इनका कैसे मैं करूं तेरी बाहों का आबादी महिमा जो तेरे चेहरे में क्या मैं अब आ जाऊं
प्यार की गहराई में, जहाँ मैं और तू है आमने सामने। इनकार कैसे मैं इनकार, इनकार कैसे मैं इनकार, इनकार कैसे मैं इनकार, इनकार कैसे मैं करूँ तेरी बाहों का बाकी महिमा जो है तेरे चेहरे में। मेरी आंखें तू खोल कि तुझको मैं देखूं, मांगू मैं वो जो तू चाहे। मेरी आंखें तू खोल कि तुझको मैं देखूं। आज इस सुबह के समय में परमेश्वर, मांगू मैं वो जो तू चाहे। मेरे दिल की ख्वाहिश है तेरी खूबसूरती, मेरी नजरें लगी तुझ पे। क्या हम सब मिलकर कहें, क्या मैं अब आ जाऊं तेरे प्यार की गहराई में, जहाँ तू और है आमने सामने। इनकार कैसे मैं, इनकार कैसे मैं, इनकार कैसे मैं, ओ इनकार कैसे मैं करूँ तेरी बाहों का बाकी महिमा जो है तेरे चेहरे में। आया हूँ मैं यहाँ तेरे प्यार की गहराई में, आया हूँ मैं यहाँ तेरे प्यार की गहराई। समर्पण के साथ आया हूँ परमेश्वर, आया हूँ जीसस, शांति बारिया से खेरे। आया हूँ मैं यहाँ तेरे प्यार की गहराई में, जहाँ तू और है आमने सामने। इनकार कैसे मैं, इनकार कैसे मैं करूँ तेरी बाहों का बाकी महिमा जो है तेरे चेहरे में। यीशु मैं बनूं आंखें तेरी, मैं बनूं तेरे का, मैं बनूं दिल तेरा, मैं बनूं तेरी आवाज। यीशु मैं, yes Father, it's all I want, it's all I need, it's all I desire, is to be your voice, is to be your ears, is to be your heart. यीशु मैं बनूं आंखें तेरी, मैं बनूं
बनूं, आंखें तेरी मैं बनूं, तेरे काम मैं बनूं, दिल तेरा मैं बनूं, तेरी आवाज आया हूँ मैं यहाँ, तेरे प्यार की गहराई आया हूँ मैं यहाँ, तेरे प्यार की गहराई में आया हूँ मैं यहाँ, तेरे प्यार की गहराई में और है आमने सामने, इनकार कैसे मैं, इनकार कैसे मैं, इनकार कैसे मैं, इनकार कैसे मैं करूँ तेरी बाहों का, अब आके महिमा जो है तेरे चेहरे में, क्या मैं आ जाऊं तेरे प्यार की गहराई में, क्या मैं कलीसिया मिलकर गा सकते हैं, deeper and deeper in the love of God, in the presence of our Savior. क्या मैं अब आ जाऊं तेरे प्यार की गहराई में, जहाँ मैं और सिर्फ तू और मैं है आमने सामने, इनकार कैसे मैं, इनकार कैसे मैं, इनकार कैसे मैं, इनकार कैसे मैं करते अब बाकी महिमा जो है तेरे चेहरे में, आया हूँ मैं यहाँ, तेरे प्यार की गहराई में, yes Jesus, आया तेरे प्यार की गहराई में, जहाँ तू और मैं है आमने सामने,
കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹ സന്നിധിയിൽ കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹ സന്നിധിയിൽ കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹ സന്നിധിയിൽ നിന്നെ മുഖാമുഖം കാണുന്നു ആയിടം Yes, Father, I cannot reject this. I cannot say no to this. How can I ever say no to your love? How can I ever say no to your kindness? How can I ever say no to all the goodness that you have done in my life, Father? जो है तेरे चेहरे में आया हूँ मैं तेरे प्यार की गहराई में I've come to you my Father Rashakala Rabasi Khandiri Hasithina तेरे प्यार की गहराई जहाँ मैं और तू है आमने सामने इनकार कैसे मैं इनकार कैसे मैं इनकार कैसे इनकार कैसे करूँ तेरी बाहों अब आकी महीना जो है तेरे चेहरे में अब आकी महीना जो है तेरे चेहरे Holy Spirit is asking that question. Holy Spirit is asking that question. पवित्र आत्मा हमसे ये सवाल पूछ रहा है If you are feeble, अगर आप कमजोर हैं how you can hold others? आप दूसरों को कैसे सहारा दोगे If you are weak, अगर आप निर्बल हैं how you can support others? आप दूसरों को मदद कैसे करोगे If you are tender, अगर आप नरम हैं how you can be a pillar? आप एक खंबा कैसे बन सकते हैं God want to make someone, hallelujah, some of you as the pillar of the kingdom of God or the church or the ministry. परमेश्वर आप में से कुछ लोगों को उसके राज्य के लिए उसके सेवकाई के लिए एक खंबे के समान तैयार करना चाहता है Be strong. इसलिए बलवंत होए Cast out the बाहर spirit निकालें। of fear from your heart. डर की आत्मा को अपने जीवन से बाहर Cast out the निकालें spirit of fear from your heart डर की आत्मा को अपने जीवन से बाहर निकालें and invite that spirit of boldness, Holy Spirit into your life. और वो धैर्य की आत्मा जो पवित्र आत्मा से आती है उसे अपने जीवन में आमंत्रण करिए Hallelujah. हालेलुया प्रभु को उपस्थिति में जब आप बैठेगा, When you sit in the presence of God उस शेकेना का प्रेजेंस में आप बैठेगा, you are sitting in the presence of the Shekinah प्रेजेंस आपको बलवंत करने and वाला that है। presence will strengthen you आपको
कलीसिया का खंबा माना जाएगा। And you will be considered as the pillar of the church. इसलिए कहो ना, So can we say, जैसे दाऊद ने कहा वैसे, like David said, Oh, this is my desire. to know you more. This is my desire, to know you more. This is my desire, to know you more. This is my desire, to know you more. This is my desire. This is my desire, to know you more. This is my desire, to sit in your presence. This is my desire, to know you more and more. This is my desire, to sit in your presence, to sit in your presence. This is my desire, to know you more. This is my desire, to sit in your presence, Lord, to sit in your presence. This is my desire, to know you more. This is my desire, to sit in your presence, Lord. Presence. This is my desire, to know you more. This is my desire, to sit in your presence. This is my desire, to know you more. This is my desire, to sit in your presence. Lord, I pray for each and every individual who is attending this service. परमेश्वर मैं हर एक व्यक्ति के लिए प्रार्थना कर रहा हूँ जो इस सभा में जुड़े हुए हैं, I pray for everyone who is watching online. जो ऑनलाइन में हमारे साथ जुड़े उनके लिए मैं प्रार्थना I कर रहा हूँ। pray for the families of our church. हमारे कलीसिया के परिवारों के लिए प्रार्थना करते हैं। Be your glory upon them, Lord. परमेश्वर अपनी महिमा को उनके ऊपर तुला। We keep them under your mighty wings. हम तेरे महान पंखों के नीचे उनको रखते हैं। Let mercy and kindness follow them. परमेश्वर तेरी दया और तेरी करुणा उनके Let them ऊपर बहने dwell दे in your presence और forever. वे तेरे सन्मुख में सर्वदा के लिए वास करें। We command, hallelujah, victory, healing upon your आमीन, people. हालेलुया। हम उनके ऊपर जय और चंगाई की घोषणा करते हैं। Thank you for everything which we received today. जो कुछ आज हमने प्राप्त किया है उसके लिए तेरा We धन्यवाद हो। submit and surrender our life. हम अपने जीवन को तेरे हाथों में समर्पण In करते Jesus' हैं। mighty and holy name we ask. यीशु Amen. मसीह के महान नाम से मांगते हैं, Amen. आमीन। Amen. कृपा करके 2 मिनट के लिए बैठ जाइए। हालेलुया। आशीर्वाद